ടീച്ചറെ സാറേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ 2 മണിക്ക്? സ്റ്റാർട്ട് ചെയ്യാം. ആൾക്കാർ എത്രയേ ഉള്ളൂ? ടീച്ചർ നാളത്തെ സെഷൻസ് എന്ത് ചെയ്യാനുള്ള റെക്കോർഡ് നാളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പ്ലാൻ ചെയ്യുന്നത് ഹരിത്ത് അവര് ലൈവായിട്ട് വന്നിട്ട് പ്രസന്റേഷൻ ഇടുന്നത് റെക്കോർഡഡ് പ്രസന്റേഷൻ അപ്പൊ ഇടാം എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അവരുടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമില്ല, നന്നായിട്ട് പോയിട്ടുണ്ടോ? വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിരുന്നോ എന്റെ ഇടയില്? അപ്പൊ പ്രശ്നമില്ല. അപ്പൊ അവരവിടെ ഉണ്ടാവും. ഡയറക്ട്ലി എടുക്കുമ്പോഴാണല്ലോ ഈ റേഞ്ചിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ. അപ്പം ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഷെയറിംഗിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്തിടാം. അവരവിടെ ലൈവില് ഉണ്ടായിരിക്കും. പിന്നെ അപ്പൊ ഇന്ററാക്ഷന്റെ ആവശ്യം വരുമ്പോ അവർക്ക് ഇടപെടുകയും ചെയ്യാം അത്യാവശ്യത്തിന്. അതിന് പ്രോബ്ലം ഇല്ല. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ബുദ്ധിമുട്ടില്ല. അതെ, ശരി, ഓക്കെ.
സാറേ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അഖിലേഷ് സാർ. ഓക്കെ, 51 സ്റ്റുഡൻസ് ആയിട്ടുള്ളൂ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ടീച്ചറെ. ഓക്കെ 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ. ടീച്ചറെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട്. ഓക്കെ. പെട്ടെന്ന് ഇൻക്രീസ് വരുന്നുണ്ട്. ആ. ടീച്ചറെ സ്റ്റാർട്ട് ചെയ്യാലോ സാറേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഞാനൊന്ന് ഒരു മിനിറ്റ് ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ് പ്രൊജക്ട് ഓറിയന്റേഷൻ പ്രോഗ്രാമിന് SPOP 2020 3 സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റിനെ പറ്റി ഒരു ഓവർവ്യൂ നമുക്ക് ഇൻട്രൊഡക്ഷനിലും തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളിലും കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 3 ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന 3 സെഷൻസിൽ നമ്മൾ വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള 3 ഏരിയകൾ കൂടി ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ സെഷനിൽ, ആഫ്റ്റർനൂൺ സെഷനിൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ അനിത ജേക്കബ്, ലെക്ചറർ സിവിൽ എഞ്ചിനീയറിംഗ്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലക്കര. ടീച്ചർ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഫീൽഡും ആ ഫീൽഡിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന പ്രൊജക്ട് ടോപ്പിക്കുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടീച്ചറെ ക്ഷണിക്കാം. താങ്ക് യു സർ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ആഫ്റ്റർനൂൺ ആശംസിക്കുന്നു. അത് ഉറങ്ങാനുള്ള ആഫ്റ്റർനൂൺ ആകുമോന്ന് അറിയില്ല. കാരണം ഞാൻ അങ്ങനെ വലിയൊരു പ്രസന്റേഷൻ ഒന്നും അല്ല പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങള് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമേ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതുവരെ നിങ്ങൾ കണ്ട പോലത്തെ നല്ലൊരു എക്സലന്റ് പ്രസന്റേഷൻ ഒന്നും ആയിട്ടൊന്നും അല്ല ഇതിരിക്കുന്നത്. എങ്കിലും കുറച്ച് ഇൻപുട്ട് നിങ്ങൾക്ക് തരാം. കാരണം ഇത്രയും കാലം നമ്മുടെ ഒരു ഡിപ്ലോമ ലെവലില് സ്റ്റുഡൻസ് ചെയ്യുന്ന വർക്കുകളിൽ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ വളരെ കുറവാണ്. നമ്മൾ മെയിൻലി എല്ലാം ഒരു ടിപ്പിക്കൽ പാറ്റേണിലാണ് പണ്ട് മുതലേ നമ്മൾ ചെയ്തു വന്നിരുന്ന പ്രോജക്റ്റുകളും വർക്കുകളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ, വേറിട്ട് ചിന്തിക്കാനുള്ള അവസരം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പല ഏരിയാസിൽ നിന്നുള്ള ടോപ്പിക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ
പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗം മാത്രമല്ല, അതിൽ മൾട്ടി ടാലന്റുകൾ, മൾട്ടി സ്കില്ലുകൾ, നിങ്ങൾ പഠിക്കുന്ന എല്ലാ ഫീൽഡിൽ നിന്നുള്ള അപ്ലിക്കേഷൻസും വരണം എന്നുള്ളതാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത്. അപ്പൊ മാത്രമാണ് സിലബസിൽ ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇടപെട്ട് അതിനൊരു സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ എന്റെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പൊ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല സബ്ജക്റ്റുകളുടെയും ഒരു സിറ്റുവേഷൻ പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ ഫൈനൽ സെമ്മിലാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു സബ്ജക്ട്, ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ട്രാൻസ്പോർട്ടേഷൻ നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുപാടുമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. ബസ് ആയാലും, കാർ ആയാലും, ടൂ വീലർ ആയാലും, സൈക്കിൾ ആയാലും, നടന്നു പോകുന്നതാണെങ്കിലും ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷന്റെ ഒരു ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി പരിചിതമാണ് കുറെ കാര്യങ്ങൾ. പക്ഷെ ഇതും ഒരു സ്പെസിഫിക് ബ്രാഞ്ച് ആണ് എഞ്ചിനീയറിംഗിന്റെ, എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ബ്രാഞ്ച് ആണ്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ്. ജിയോയുടെ ഒരു സെപ്പറേറ്റ് വിങ് ഓഫ് സ്റ്റഡി ആണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ആൻഡ് unlike other kinds of other branches of civil engineering, this particular branch of engineering, transportation engineering, is more like a social engineering. സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ മിംഗ്ലിംഗ് വരുന്ന, നമ്മൾ എന്ത് പ്രോജക്റ്റ് വർക്ക് എടുത്താലും അധികവും അതിൽ സൊസൈറ്റിയുമായിട്ട് കുറേ കൂടി അടുത്ത് ഇടപഴകാൻ അവസരങ്ങൾ വരുന്ന ഒരു ഫീൽഡ് ആണെന്ന് ഇതിന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടൊരു ബേസിക്കലി സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതിനേക്കാളും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ആസ്പെക്റ്റിലും, സോഷ്യൽ സയൻസ് എന്നുള്ളൊരു ആസ്പെക്റ്റിലും ഈ ഒരു ബ്രാഞ്ചിനെ പലരും കാണാറുണ്ട്. റൈറ്റ്. അപ്പൊ ഞാൻ നമുക്കൊക്കെ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാണ്. നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ആയിട്ട് 4 രീതികൾ അല്ലെങ്കിൽ 4 മേഖലകളാണ് ഉള്ളത് അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെയും വേറെ പല ഡിവിഷൻസ് ഉണ്ട്. എങ്കിലും നമ്മൾ പണ്ട് സ്കൂൾ തലം മുതൽ പഠിച്ചു വരുന്ന കാര്യമാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇങ്ങനെ 4 മേഖലകളുണ്ട്. പറയാൻ കാരണം ഈ ഓരോ മേഖലയിലും ഇമ്മൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. പക്ഷെ അതില് നമ്മൾ ഇവിടുത്തെ ലിമിറ്റഡ് ടൈം കാരണം നമ്മൾ 2 മേഖലകളെ കുറിച്ച് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ സെയിം കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ബാക്കി മേഖലകളിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത്, ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് റോഡ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും റെയിൽ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചൊക്കെയാണ് നമുക്ക് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പൊ അതിന് വളരെ ബൂസ്റ്റിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, നാവിഗേഷൻ, ഇൻലാൻഡ് വാട്ടർ നാവിഗേഷൻ ഒക്കെ അല്ലെ. അതേപോലെ എയർ ട്രാൻസ്പോർട്ടേഷൻ നമുക്കിപ്പോ വളരെ പരിചിതമാണ്. എങ്കിലും ആ ഒരു മേഖലകളിൽ പ്രോജക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ കുറേം കൂടി എഫേർട്ട് കൂടുതൽ വേണ്ടി വരും. കുറേം കൂടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ മേഖലകളെ കുറിച്ച് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ എന്തൊക്കെ മെത്തഡോളജി നമ്മൾ ഓൾറെഡി റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതേ മെത്തഡോളജികൾ നിങ്ങളിപ്പോ സ്പെസിഫിക്കലി ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് വാട്ടർ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ the same technique, same methodology you can adopt in other transportation modes also. അപ്പൊ ഇതിന്റെ മെത്തഡോളജി, ഇതിന്റെ മിക്കവാറും എല്ലാ പ്രൊസീജിയേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പൊ ചിലപ്പോൾ ഒരു ബോറിംഗ് ആയിട്ട് വരും. കാരണം പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമുക്ക് തന്നെ ആലോചിച്ചെടുക്കാവുന്ന കുറെ കാര്യങ്ങളാണ് ഇതില്. വളരെ അങ്ങനത്തെ ഒരു നമ്മുടെ ലോജിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡായിട്ട് പറയാൻ പറ്റില്ല ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ. കുറേം കൂടി നമ്മൾ അടുത്ത് അറിയുന്ന കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നു, അത് വെച്ചുള്ള സ്റ്റഡീസ് നടത്തുന്നു എന്നുള്ളതാണ് മെയിൻലി. അത് വെച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ, എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ, പുതിയതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബെറ്റർമെന്റ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ മേക്ക് യുവർ ലൈഫ് സിമ്പിൾ, അതാണ് ഇതിന്റെ ഒരു ഐഡിയ. റൈറ്റ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. Mainly I'll be focusing on road transportation and little bit on rail transportation. Water and air, that remains there, right?
ഇപ്പൊ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി, ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത്. കുറെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മൾ ഈ പ്രോജക്റ്റിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. സോ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, ഇഷ്യൂസ് ആർ ദെയർ ഇൻ റോഡ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ ഈ പ്രോബ്ലംസ് ഏതൊക്കെ മേഖലകളിൽ നിന്ന് ആലോചിച്ചാൽ കുറെ ഉണ്ട് അല്ലെ. നമുക്ക് എന്നും നമ്മൾ ഫീൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഈവൻ അണ്ടർ ദിസ് കോവിഡ് സിറ്റുവേഷൻ ഓൾസോ വി ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ക്രോസ് എ റോഡ്. ശരിയാണോ? ഒരു ഹൈവേയിൽ റോഡ് ക്രോസ് ചെയ്യാൻ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ പ്രൈവറ്റ് വെഹിക്കിളിലാണ് ട്രാവൽ ചെയ്യുന്നത്. കുറച്ചു കാലം മുൻപ് വരെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ പോയിരുന്ന, ബസ്സിൽ പോരുന്ന ആൾക്കാർ പോലും ഇപ്പൊ പേടിച്ചിട്ട് ബസ്സിൽ കയറുന്നില്ല. പകരം സ്വന്തമായിട്ട് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് വാങ്ങിച്ചു അത് ഓടിക്കുകയാണ്. സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി കിട്ടാൻ ഇപ്പൊ ഭയങ്കര വിലയാണ്. പണ്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയിരുന്ന TVS സ്കൂട്ടി കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല റേറ്റ് ആയി, വില കൂടി. അപ്പൊ അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഇപ്പോ ഈ ഒരു സിനാരിയോയിൽ വന്നിട്ടുണ്ട്. അതൊരു പഠന വിഷയമാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. എന്തൊരു ചേഞ്ച് ആണ് ട്രാൻസ്പോർട്ടേഷനിൽ വന്നത്, സൊസൈറ്റിക്ക് വന്ന ഓവറോൾ ചേഞ്ച് ദാറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഓൾസോ. ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അടക്കം മാറി മറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ. സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാത്ത ആൾക്കാർ പോലും വണ്ടി എടുത്ത് ഓടിക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പൊ കുറച്ചു നാൾ മുൻപ് വരെ നമ്മുടെ മൈൻഡില്, ഒരു കോമൺ മാന്റെ മൈൻഡിലായാലും, ഒരു ഗവൺമെന്റിന്റെ മൈൻഡ് സെറ്റിലാണെങ്കിലും, ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറുടെ മൈൻഡ് സെറ്റിലാണെങ്കിലും ദ ഐഡിയ വാസ് ടു പ്രൊമോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി എന്തൊക്കെയോ നമ്മൾ കുറെ ചെയ്തു, കുറെ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. KSRTC കുറെ സർവീസുകള്, പല പല ബെറ്റർമെന്റ്സ് ഒക്കെ നടത്താനൊക്കെ ആയിട്ട് നോക്കി. മെട്രോ സിസ്റ്റം കൊണ്ടുവന്നു അല്ലെ. കുറെ ഇൻപുട്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയാലും നടത്തി. പക്ഷെ ഇതൊക്കെ കൂടി ഇപ്പൊ തിരിച്ചടിച്ചു. നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയത്. പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികളുടെ എണ്ണം കുറയ്ക്കണം എന്നുള്ളത്, എല്ലാവരും പ്രൈവറ്റ് വെഹിക്കിൾസ് കുറച്ചു കഴിഞ്ഞാൽ അത്രയും കൺജഷൻ ഒക്കെ കുറയും, പൊള്യൂഷൻ എല്ലാം കുറയും. അതിനുവേണ്ടിയാണ് നമ്മൾ ശരിക്കും വളരെ കാലങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഇത് നേരെ ഉൾട്ടയായി. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ആരും പോകുന്നേ ഇല്ല, ഉള്ള ആൾക്കാരും കൂടി പ്രൈവറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഇനി എന്തായിരിക്കും, ആഫ്റ്റർ കോവിഡ് എന്താവും സ്ഥിതി? കോവിഡ് ഒക്കെ മാറി എല്ലാം നോർമൽ ആകുമ്പോൾ തിരിച്ച് ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലേക്ക് പോകാൻ താല്പര്യപ്പെടുമോ? കാരണം ഓൾറെഡി പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷന്റെ പ്രൈവസി, കംഫർട്ട് ഒക്കെ ഫീൽ ചെയ്ത് അത് ആ ഒരു സിസ്റ്റമായിട്ട് ഇടപഴകി കഴിഞ്ഞപ്പോ ഇനി തിരിച്ച് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ബസ് കയറാൻ നടക്കണം, ട്രെയിൻ പഠിക്കാൻ കുറച്ച് പോകണം, അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഇതേ പണ്ടത്തേനേക്കാളും മോശമായിരിക്കുമോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പേടി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് നിലവിലുണ്ട് അല്ലെ. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഏരിയനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ, ഞാൻ ഇത് ആക്ച്വൽ ഡിവിഷൻ ഒന്നുമല്ല, ഞാൻ ഈ ഒരു പ്രസന്റേഷനിൽ ഡിവൈഡ് ചെയ്യുന്നത് 4 മേഖലകളായിട്ട് ആണ്. അതിൽ കൂടുതൽ ഇഷ്ടം പോലെ നമുക്കൊരു ഓപ്ഷൻസ് ഉണ്ട്. എങ്കിലും തൽക്കാലം ഈ ഒരു ടൈം ലിമിറ്റിൽ ഒതുക്കാനായിട്ട് 4 മെയിൻ മേഖലകളായിട്ടാണ് നമ്മളുടെ പ്രോജക്റ്റ് പാർട്ടിനെ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സേഫ്റ്റി ആസ്പെക്റ്റുകൾ, റോഡിൽ സേഫർ റോഡുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ സേഫർ യൂസേഴ്സ് എങ്ങനെയാക്കാം, വെഹിക്കിൾസിന്റെ സേഫ്റ്റി, ഇങ്ങനെ സേഫ്റ്റി ഓറിയന്റേഷനിൽ എന്തൊക്കെ പ്രോജക്റ്റുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ പാർട്ട് റോഡ് ഡിസൈനുമായിട്ട്, റോഡിന്റെ പലതരത്തിലുള്ള ഡിസൈൻസ്, ഫെസിലിറ്റി ഡിസൈൻ ആകാം, റോഡിന്റെ ഡിസൈൻ തന്നെ ആകാം. അപ്പൊ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പാർട്ടിൽ എന്തൊക്കെ ചെയ്യാം. ദെൻ കൺസ്ട്രക്ഷൻ, അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യാൻ മാത്രമല്ല, ഫർദർ വിൽ ബി എക്സിക്യൂട്ടിംഗ് ദ ഡിസൈൻ. അപ്പൊ ഒരു കൺസ്ട്രക്ഷൻ ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോജക്റ്റുകൾ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. നമ്മൾ വലിയൊരു റോഡൊന്നും ഉണ്ടാക്കാനല്ല, എങ്കിലും വാട്ട് ദ ലിറ്റിൽ ബിറ്റ് വി ക്യാൻ ഡു എന്നുള്ള പാർട്ട്. ദെൻ വി ഹാവ് ദി പെർഫോമൻസ്, ഓൾറെഡി ഉള്ള റോഡുകളുടെയൊക്കെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമാണ് അത് ബെറ്റർ ആക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു 4 ആസ്പെക്റ്റുകളായിട്ടാണ് മെയിൻലി ഈ ഒരു പ്രസന്റേഷൻ ഡീൽ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ മോഡ് ഇങ്ങനെയാണ്, ഞാൻ ആദ്യം റോ ആയിട്ട് ടോപ്പിക്കുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുക. ഓരോ സെക്ഷന്റെ അണ്ടറിലും റാൻഡം ആയിട്ട് കുറച്ച് ടോപ്പിക്കുകൾ. ഇതൊക്കെ ഒരു ഇത് മാത്രമല്ല, ഇങ്ങനെയൊക്കെയാണ് ഒരു ടോപ്പിക്ക് വരാവുന്നത് എന്നൊരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശമുള്ളൂ. റൈറ്റ്. അതിനുശേഷം എല്ലാ ടോപ്പിക്കുകളും, എന്തൊക്കെ ടോപ്പിക്കുകൾ പോസിബിൾ ആണ് എന്നുള്ളൊരു സാമ്പിൾസ് കണ്ടതിന് ശേഷം ഏതാനും ചില ടോപ്പിക്കുകൾ നിങ്ങൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഈ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം റോഡ് സേഫ്റ്റി എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ പറയുന്നത് അല്ലെ. റോഡ് സേഫ്റ്റിയില്
ഇതൊക്കെ കുറെ ടോപ്പിക്കുകളാട്ടോ. നിങ്ങൾ നോക്കി നോക്കുക, വായിച്ചു നോക്കുക. റോഡ് സേഫ്റ്റിയുടെ ഓഡിറ്റിംഗ്, റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് എന്നുള്ളതാണ് ഒരു ടോപ്പിക്. അതൊരു ടോപ്പിക് നമുക്ക് പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. എളുപ്പം ഇൻ ദ സെൻസ് അവിടെ ആവശ്യം എക്സിസ്റ്റിംഗ് റോഡുകളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. റൈറ്റ്, എക്സിസ്റ്റ് ചെയ്യുന്ന റോഡുകൾ ഓഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഓഡിറ്റിംഗ്, ചെക്കിങ് അല്ലെ, വെരിഫൈ ചെയ്യാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഓഡിറ്റിങ്ങിന് വരും ടീം. പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നിട്ട് അത് നോട്ട് ചെയ്ത് റിമാർക്കൊക്കെ എഴുതി പോകും. ഇൻസ്പെക്ഷൻ പോലെയാണ്. അതേപോലെ യു ക്യാൻ കണ്ടക്ട് എ റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ്. കാരണം സേഫ്റ്റി ഈസ് ദ പ്രൈം തിങ്, റൈറ്റ്? വേറെ എന്ത് സംഭവം ഉണ്ടെങ്കിലും സേഫർ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ സേഫ്റ്റി കറക്റ്റ് ഓഡിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് റോഡ് സേഫ്റ്റി. അതിൽ തന്നെ ഓരോ സ്റ്റേറ്റിലും റോഡ് സേഫ്റ്റി അതോറിറ്റികൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലുമുണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയും, KRSI. ഈ അതോറിറ്റിയുടെ അവിടെ ഒരു മെയിൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തന്നെ റോഡുകളുടെ സേഫ്റ്റി ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതും അതിന് പ്രോപ്പർ റേറ്റിംഗ് കൊടുക്കുക എന്നുള്ളതുമാണ്. അപ്പോ ഈ ഒരു ഓപ്ഷൻ ആക്ച്വലി നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എന്താണ് റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് ഞാൻ ഫർദർ സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഒരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് പ്രോജക്ട് റിവ്യൂ പ്രസന്റേഷനിൽ പറഞ്ഞു, നിങ്ങൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ it is always better to get some tie-up with the industry if possible. Get some tie-up with the actual projects. അപ്പോ അവിടെ നിങ്ങൾക്ക് ടൈഅപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇതാണ്. റോഡ് സേഫ്റ്റി അതോറിറ്റി, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി is actually conducting road safety auditing for various highways and state highway, national highway, etc. So you can take up a part of their work and do as your project also. That will be beneficial for them and that will be creditable for you also. അപ്പൊ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടായിരിക്കും, ബെനിഫിറ്റിംഗ് പ്രോജക്റ്റ് ആയിട്ട് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ലാസ്റ്റ് വരുന്ന സ്ലൈഡുകളിൽ കാണും. Then next one, accident prediction modeling, right? Accident prediction modeling. It's a very common thing, very what we can popularly explored kind of project, accident prediction modeling. ഇതിൽ നമുക്ക് അറിയാം റോഡ് അപകടങ്ങൾ റെഡ്യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് അല്ലെ. സേഫ്റ്റി നമ്മൾ പറഞ്ഞ പ്രൈം തിങ് ആണെന്ന് പറഞ്ഞു. സോ ഹൗ ടു റെഡ്യൂസ് ആക്സിഡന്റ് ഓർ വൈ ആക്സിഡന്റ്സ് ആർ ഹാപ്പനിങ് ഓൺ റോഡ് എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. നമ്മളൊരു പ്രോബ്ലം എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഓവർവ്യൂല് പറഞ്ഞു. വി ഹാവ് ടു ഓപ്പൺ അപ്പ് അവർ ഐസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇഷ്യൂ. അപ്പൊ ഒരു ഇഷ്യൂ നമുക്ക് കണ്ണ് തുറന്നാൽ തന്നെ കാണാവുന്ന ഒരു ഇഷ്യൂ എന്താ? റോഡ് അപകടങ്ങളാണ് ഒരു മേജർ ഇഷ്യൂ. എന്നും പേപ്പറിൽ നമുക്ക് കാണാം ആക്സിഡന്റ് അല്ലെ. സോ വൈ ദിസ് ഇസ് ഹാപ്പനിങ് എന്ന് വെച്ചാൽ കുറെ ഉത്തരങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. ഇഷ്ടം പോലെ ഉത്തരങ്ങൾ, കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഇറ്റ്സ് എൻ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ, ഓപ്പൺ ടു എവറി വൺ എന്നുള്ളൊരു ത്രെറ്റ് ആണ് റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത്, ഒരു ആക്സിഡൻസ് എന്ന് പറയുന്നത്. പല ഫാക്ടേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് അവിടെ. ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യാണ് അല്ലെ. ചിലപ്പോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം, ചിലപ്പോൾ ഡ്രൈവർ തെറ്റായ രീതിയിൽ അവിടെ ഒരു ആക്ഷൻ എടുത്തതായിരിക്കാം, സിഗ്നൽ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ ഓവർ സ്പീഡ് ആയിരിക്കും, ചിലപ്പോൾ റോഡ് സ്കിഡ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ആ ഡ്രൈവറുടെ ഫോൾട്ട് ആയിരിക്കില്ല, എന്തെങ്കിലും ഒരു നായ കുറുകെ ചാടിയതായിരിക്കാം, റൈറ്റ്? അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത കുറെ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരു വണ്ടിയുടെ മെക്കാനിക്കൽ പ്രോബ്ലം ആയിരിക്കാം, റൈറ്റ്? ചിലപ്പോൾ ലൈറ്റിംഗ് പ്രോപ്പർ അല്ലാതെ വിസിബിലിറ്റി കുറഞ്ഞിട്ടായിരിക്കാം. അപ്പോ ധാരാളം റീസൺസ് ഉണ്ട് ഒരു അപകടം നടക്കാനായിട്ട്. പക്ഷേ ചില കേസുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഫ്രീക്വന്റ് ആണ് ആക്സിഡന്റ്. ബാക്കി നമ്മൾ പറഞ്ഞ പല ഇഷ്യൂസും പലപ്പോഴും റാൻഡം ആയിട്ട് ഉണ്ടാവുന്ന ഇഷ്യൂസ് ആയിരിക്കും. ചിലപ്പോ നമുക്ക് സ്കിഡിങ്, അത് മഴക്കാലത്ത് മാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. മെക്കാനിക്കൽ ഫെയിലിയർ, വണ്ടിയുടെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യമല്ല. അത് വൺസ് ഇൻ എ വൈൽ ദാറ്റ് മേ ഹാപ്പൻ. ഡ്രൈവർ ഉറങ്ങിപ്പോവാ എന്നുള്ളത് എന്നും അയാൾ ഉറങ്ങിപ്പോവില്ല. എല്ലാ ഡ്രൈവേഴ്സും ആ സ്ഥലത്തെത്തും ഉറങ്ങിപ്പോവില്ല അല്ലെ. സോ ദാറ്റ് മീൻസ് ദർ ആർ സ്റ്റിൽ സം റീസൺ വിച്ച് കോസ് ദ ആക്സിഡന്റ് ടു റിപ്പീറ്റ് അറ്റ് സർട്ടൻ ലൊക്കേഷൻ. അപ്പോ അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ചില സ്ഥലങ്ങളില് ആക്സിഡന്റുകൾ എപ്പോഴും നടക്കുന്നുണ്ട്, റാൻഡം ആയിട്ട് നടക്കുന്നു. ദാറ്റ് മേ ബി ദർ ഡ്യൂ ടു മെനി അതർ റീസൺ, ബട്ട് ദർ ആർ സർട്ടൻ റീസൺസ് വിച്ച് മേക്ക് സർട്ടൻ സോൺസ് മോർ ആക്സിഡന്റ് പ്രോൺ.
അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് നടത്തിയാൽ സംടൈംസ് വി ക്യാൻ മേക്ക് ദാറ്റ് സിറ്റുവേഷൻ ബെറ്റർ. അങ്ങനെ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതറിയണമെങ്കിൽ യു ഹാവ് ടു specifically identify, go to the site specifically and study that per locations, why these accidents are happening over there, right? So many factors may be there. Maybe width of the road may not be sufficient. റോഡിന് അത്ര വിഡ്ത്ത് ഒന്നും ഉണ്ടാവില്ല. ഹൈ സ്പീഡിൽ പോകുന്ന വണ്ടികൾ പോകുന്ന സ്ഥലമായിരിക്കും, വിഡ്ത്ത് കുറവായിരിക്കും. ചിലപ്പോൾ നല്ല ഇറക്കമായിരിക്കും, ഇറക്കം കഴിഞ്ഞിട്ടൊരു വളവ് വരുന്നുണ്ടായിരിക്കും. So that gradient itself causes more speed to the vehicle, and just when the vehicle comes to the downstream side of the gradient, there will be a sudden turning. അപ്പൊ ഡ്രൈവർക്ക് കൺട്രോൾ പോകുന്നുണ്ടായിരിക്കാം, റൈറ്റ്? ചിലപ്പോൾ ആവശ്യത്തിന് വിസിബിലിറ്റി കിട്ടുന്നുണ്ടാവില്ല. കർവ്, ഷാർപ്പ് കർവ് ആകുമ്പോൾ അപ്പുറത്തേക്ക് വണ്ടികൾ വരുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടാവില്ല. അൺനെസസറി ഓവർടേക്കിങ്ങിനുള്ള പ്രോംപ്റ്റ് ചെയ്യുന്ന ലൊക്കേഷൻസ് ആയിരിക്കാം. പ്രോപ്പർ ലെയിൻ മാർക്കിംഗ് ഉണ്ടാവില്ല. അപ്പൊ പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ചില സ്ഥലങ്ങൾ മാത്രം കൂടുതൽ ആക്സിഡന്റ്സിന് കാരണമാണ്. ചിലപ്പോൾ റോഡ് ജംഗ്ഷൻ ആയിരിക്കാം. അപ്പൊ അവിടെ പെട്ടെന്ന് ഒരു സൈഡ് റോഡിൽ നിന്നുള്ളൊരു ആക്സിസ് ആ റോഡിലേക്ക് വരുന്നോണ്ടായിരിക്കാം. അത് ശ്രദ്ധയിൽ പെടുന്നുണ്ടാവില്ല, മെയിൻ സ്ട്രീം ട്രാവലേഴ്സിന്റെ ശ്രദ്ധയിൽ പെടാത്തോണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മെയിൻ റോൾ ഉണ്ട്, അല്ലെ? ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ബിക്കോസ് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് എടുക്കാവുന്ന റോഡ് അപകടങ്ങൾക്ക് കാരണമാക്കാവുന്ന ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു, റൈറ്റ്? റോഡിന്റെ വിഡ്ത്ത് ആണോ, റോഡിന്റെ വളവാണോ, റോഡിന്റെ സ്ലോപ്പ് ആണോ, ആവശ്യത്തിന് വിസിബിലിറ്റി ഇല്ലാത്തതാണോ, റോഡ് സർഫസ് ഭയങ്കര മോശമായിട്ടാണോ, സ്കിഡി ആയിട്ടാണോ, അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് ഇവിടെ. നമ്മൾ കാരണങ്ങളും അതിനെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ പ്രോജക്ട് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ വേരിയസ് ഫീച്ചേഴ്സ് that are there? എല്ലാ ഫീച്ചറും എപ്പോഴും അപകടം ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല, right? And you find out which is that feature that is causing more number of accidents. എന്ത് പ്രോബ്ലം ആണ്? ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടാവുമല്ലോ. You compare, you take the features from all these locations and think which of these features are causing accidents. എല്ലായിടത്തും കോമൺ ആയിട്ട് ചില പ്രോപ്പർട്ടി ഉണ്ടാവും, ചില കാരണങ്ങള് എല്ലായിടത്തും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പ്രോബ്ലം ആണ് ഇവിടെയൊക്കെ ഇങ്ങനെ ആക്സിഡൻസ് ഉണ്ടാക്കാനുള്ള കാരണം. വിസിബിലിറ്റി കുറവാണ്, അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ആക്സിഡൻസ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആ റോഡിന്റെ ചെരിവ് പ്രോപ്പർ അല്ല. അപ്പൊ ഏത് ഫീച്ചർ ആണ് അവിടെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു കണ്ടുപിടിച്ചുകൂടെ, റൈറ്റ്? വൺസ് യു നോ ദാറ്റ് ദിസ് പർട്ടിക്കുലർ പാരാമീറ്റർ ഈസ് കോസിങ് ആക്സിഡന്റ്, റൈറ്റ്, ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. ഇത് നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇതാണ് പ്രോബ്ലം, റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഫീച്ചറിനെ കുറിച്ച് ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി എ വെരി യൂസ്ഫുൾ വൺ, റൈറ്റ്? അപ്പൊ അതാണ് ആക്സിഡന്റ് പ്രെഡിക്ഷൻ എന്നുള്ള പാർട്ടിലേക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു വർക്ക്, റൈറ്റ്? അപ്പൊ ഇത് ഒരു ടോപ്പിക്കാണ്. എന്റെ താല്പര്യം നിങ്ങൾ ടോപ്പിക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ അകത്ത് പറയുന്ന ചെറിയ എന്താണ് അതിനകത്ത് ചെയ്യുന്നത്, എന്തായിരിക്കും അതിൽ വരുന്ന ഔട്ട്പുട്ട്, അത്രയും കാര്യങ്ങൾ മാത്രം ബ്രീഫായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അടുത്തത് ബ്ലാക്ക് സ്പോട്ട് ഐഡന്റിഫിക്കേഷൻ ആണ്. ഇത് നേരത്തെ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് കുറെ സിമിലർ ആണ്. ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കറുത്ത കുത്തായിട്ട് നിൽക്കുന്നു, അല്ലെ? എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു മാപ്പ് എടുത്ത് നോക്കിയാൽ, ഒരു ആക്സിഡന്റ് മാപ്പ് എടുത്ത് നോക്കിയാൽ ബ്ലാക്ക് സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം നമ്മൾ ആക്സിഡൻസ് എപ്പോഴും നടക്കുന്ന ലൊക്കേഷൻ. ഒരു കറുത്ത പാടാണ് ആ മാപ്പിൽ. ആ ഒരു സ്പോട്ട് നമ്മുടെ എന്താ കറുത്ത അധ്യായമായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറയില്ലേ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണെന്ന് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ലൊക്കേഷൻസ് എവിടേക്കാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എവിടെയാണ് കൂടുതൽ ആക്സിഡൻസ്? ചിലപ്പോ ഒരു ഒറ്റ സ്ഥലത്താവില്ല, ആ ഒരു പ്രദേശത്ത് തന്നെ കൂടുതൽ ആക്സിഡൻസ് നടക്കുന്ന ലൊക്കേഷൻസ് ഉണ്ടാവും, അല്ലെ? നിങ്ങള് കോഴിക്കോട്, മലപ്പുറം ആ ഭാഗത്തേക്ക് പോകുമ്പോൾ വട്ടപ്പാറ വളവ് കേട്ടിട്ടുണ്ടോ? മറ്റേ എവിടെയാണ്? മലപ്പുറം കടന്നു പോകുമ്പോഴല്ലേ അത് വട്ടപ്പാറ വളവ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു വളവുണ്ട്. എപ്പോഴും പേപ്പറിൽ പലപ്പോഴൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ആ ഒരു ലൊക്കേഷൻ ആക്സിഡന്റ് സ്പോട്ടാണ്, ബ്ലാക്ക് സ്പോട്ടാണ്. കാരണം എന്തായിരിക്കും കാരണം? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ചാറ്റ് ചെയ്യാമോ? കേട്ടിട്ടുണ്ടോ വട്ടപ്പാറ? ആ ലൊക്കേഷൻ കേട്ടിട്ടുണ്ടോ?
കോഴിക്കോട് റൂട്ടിൽ പോകുമ്പോൾ, തൃശ്ശൂർ ടു കോഴിക്കോട് റൂട്ടിൽ പോകുമ്പോൾ ആ കാലിക്കറ്റ് ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം മലപ്പുറം. നിരൻ കേട്ടിട്ടില്ല, ആതിര കേട്ടിട്ടില്ല. പിന്നെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വട്ടപ്പാറ എന്നുള്ള കർവ് കേട്ടിട്ടുണ്ടോ? ആരാ? ഓക്കെ, ജോക്കർ ആരാണ്? ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ഇറക്കമാണ്. നമുക്കറിയാലോ, കുന്നം പ്രദേശം പോലെ അങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ടെറൈൻ ആണ് അവിടെ ഉള്ളത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല വളവാണ്, ഷാർപ്പ് ടേൺ ആണ്. അപ്പൊ മിക്കവാറും അവിടെ അപകടത്തിൽ വരുന്ന വണ്ടികൾ ഏത് ടൈപ്പിലുള്ള വണ്ടികളാണെന്നറിയോ? അവിടെ ഏത് തരം വണ്ടികളാണ് എപ്പോഴും അപകടത്തിൽ പെടുന്നത്? അവിടെ എപ്പോഴും ഹെവി വെഹിക്കിൾസ് ആണ്, ട്രക്കുകളാണ് മറിഞ്ഞു വീഴുക. ട്രക്ക്, ഹെവി ലോഡ് കയറ്റി വരുന്ന ട്രക്കുകൾക്ക് ഈ ഒരു ഇറക്കവും അതിന്റെ കൂടെ അവരെ ഫുൾ വെയിറ്റ് ലോഡഡ് വണ്ടികളാണ് എപ്പോഴും മറിഞ്ഞു വീഴുന്നത്. അവരെ ഫുൾ വെയിറ്റും അതിന്റെ കൂടെ ഈ ഒരു ടേണിങ്ങും കൂടി വരുമ്പോഴാണ് അവിടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ അലൈൻമെന്റ് കാരണമാണ് അവിടെ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഒരു വൺ ഓഫ് ദ ബ്ലാക്ക് സ്പോട്ട് ആണ് ദാറ്റ് പർട്ടിക്കുലർ ലൊക്കേഷൻ. അത് അവിടെ ഒരു വളവ് മാത്രമല്ലേ, 2-3 വളവുകളുണ്ട്. അപ്പൊ അവിടെ എവിടെ വേണമെങ്കിലും വീഴാം, അങ്ങനെയുള്ള സാധ്യത അവിടെ ഉണ്ട്. റൈറ്റ്? അപ്പോ അങ്ങനെയുള്ള ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്ത് അവിടുത്തെ കോമൺ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. ദെൻ another one, safety assessment of heavy vehicles. അപ്പൊ നമ്മൾ പറഞ്ഞു, just now we told that trucks are having more problem at that particular location. Why? Because the load of truck may be actually varying. ട്രക്കിന് ഹെവി വെയിറ്റുകൾ കൊണ്ടുവരുന്ന വെഹിക്കിൾസ് ആണ്. So there is a chance that how the distribution of load ട്രക്കിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് പ്രോപ്പർ ആയിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ഒരു ചെറിയ ഇംബാലൻസ് വന്നാൽ പോലും അത് അൺസ്റ്റേബിൾ ആയിട്ട് ട്രക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്? പ്രത്യേകിച്ച് സ്പീഡും കൂടി ആകുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഹെവി വെഹിക്കിൾസിന്റെ സ്റ്റെബിലിറ്റി? നമ്മൾ പല പഠനങ്ങളും നടത്തിയിരിക്കുന്നത് അധികവും സാധാരണ വണ്ടികളിലാണ്. ഒരു ഹെവി വെഹിക്കിൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു? വെൻ ഇറ്റ് ടേക്സ് എ ടേൺ, ഒരു കർവിൽ കൂടെ പോകുന്ന സമയത്ത് ഈ വെഹിക്കിളിന് വലിയ ട്രക്കുകൾ മൂവ് ചെയ്യുമ്പോൾ അവർക്ക് എന്തുമാത്രം വെഹിക്കിൾ സ്റ്റെബിലിറ്റിനെ എഫക്ട് ചെയ്യണം. വെഹിക്കിൾ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. അതെന്താ ഉദ്ദേശിക്കണേ? നമുക്കറിയാം, നല്ല സ്പീഡിൽ വളവ് തിരിയുകയാണെങ്കിൽ എന്തുണ്ടാവും? നമ്മള് വണ്ടി ഒരു ലിമിറ്റ് കൂടുതൽ സ്പീഡ് ആയി കഴിഞ്ഞാൽ വണ്ടി പുറത്തേക്ക് തെറിച്ചു പോകും, അല്ലെ? അല്ലെങ്കിൽ എന്തുണ്ടാവും? വണ്ടി മറിഞ്ഞു വീഴും, ഓവർടേൺ ചെയ്യും. ഈ 2 അപകടങ്ങളാണ് വളവുകളിൽ യൂഷ്വലി ഉണ്ടാവാറ്, അല്ലെ? സ്പീഡ് കൂടുമ്പോൾ വരുന്ന സിറ്റുവേഷൻസ് ഇത് രണ്ടുമാണ്. ഒന്നുകിൽ ലാറ്ററൽ ആയിട്ട് ഒരു സ്കിഡിങ് നടക്കാം, അല്ലെങ്കിൽ ഒരു ഓവർടേണിങ്, ടോപ്പിളിംഗ് നടക്കാം. സോ യൂഷ്വലി ഹെവി വെഹിക്കിൾസ് വിൽ ബി ടോപ്പിൾഡ്. ഹെവി വെഹിക്കിളിന് വരാൻ പോകുന്ന സിറ്റുവേഷൻ അത് മറിഞ്ഞു വീഴാന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കാം? എന്തുമാത്രം സ്പീഡ് വരെ ഹെവി വെഹിക്കിൾസിന് പെർമിറ്റഡ് ആണ് ഓരോ റേഡിയസ് ഉള്ള കർവിലും? നല്ലൊരു ചോദ്യമല്ലേ? ഡിഫറെന്റ് റേഡിയ ഉള്ള കർവ്സിൽ ഹൗ ദ റേഡിയസ് ആൻഡ് ദ സ്പീഡ് ആസ് വെൽ ആസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ വെഹിക്കിൾ ആർ റിലേറ്റഡ്. അപ്പൊ നമുക്ക് ഓൾറെഡി സർട്ടൻ റിലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും there are many limitations for the existing findings. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്കൊരു വെളിച്ചം വീശാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടോപ്പിക്, റേഡിയസുമായിട്ട് ഹെവി വെഹിക്കിൾസ് എങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നു, സ്പീഡ് ഓഫ് ഹെവി വെഹിക്കിൾസ്, ഹൗ ദേ ആർ റിലേറ്റഡ്. അപ്പൊ അത് ഹെവി വെഹിക്കിൾസിന്റെ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂല് അതിന്റെ വെഹിക്കിൾ ഓപ്പറേറ്റേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ലോഡിങ് ചെയ്യുന്ന സമയത്ത് ലോഡ് പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെയാണ് ആ വെഹിക്കിൾ അവിടെ നിന്ന് വിടുന്നതെങ്കിൽ there is very high chance that there are certain locations where the vehicle may topple down. അപ്പൊ ഈ ലോഡിങ് പ്രോപ്പർ ആയിരിക്കണം. നമുക്കറിയാലോ, വെയിറ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? The same is applicable. Your vehicle can be considered as a structure and the load within that vehicle have to be properly distributed. It's a moving load actually. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോഡാണ്. അത് മാത്രമല്ല, ഹെവി വെഹിക്കിളിന്റെ കേസിൽ വരുന്ന കോംപ്ലിക്കേഷൻ ഇതൊന്നുമല്ല. ഈവൻ ദോ നമുക്കൊക്കെ ലോഡൊക്കെ സൂപ്പർ ആക്കി പ്രോപ്പർ ആക്കി സെറ്റ് ചെയ്ത് വിട്ട വണ്ടിയാണെങ്കിലും ഈ ലോഡ് എല്ലാം കൂടി ഒരു സ്ഥലത്തല്ല വണ്ടിക്കാർ ഇറക്കുക, പല സ്ഥലങ്ങളിൽ ഇറക്കി അവസാനം കാലി അടിച്ചു പോകുന്ന ട്രക്ക് ആയിരിക്കും. സോ ഈച്ച് ആൻഡ് എവറി ടൈം ദിസ് ലോഡിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച്, അല്ലെ? അപ്പോ ഇംബാലൻസ്ഡ് ലോഡിങ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഹെവി വെഹിക്കിളിൽ.
അപ്പൊ ആ ലോഡിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് വണ്ടീനെ എഫക്ട് ചെയ്യണേ, അത് ഒരു പഠന വിഷയമാക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ലോഡിന്റെ ഡിസ്ട്രിബ്യൂഷനും ഹെവി വെഹിക്കിൾസിന്റെ സ്റ്റെബിലിറ്റിയുമായിട്ട്, അത് അതിനെ ലാറ്ററൽ ആയിട്ട് തള്ളി പോവാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുമായിട്ട് നമുക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. Then another one, road accident trauma care. It's more related to the casualties. These two topics. Road accident trauma care. How well you can provide the trauma care. കുറച്ചും കൂടി നമ്മൾ കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് കടക്കാനായിട്ട് പറ്റും. സിമിലർലി ആക്സിഡൻസ്, മോട്ടോർ സൈക്കിൾ കാഷ്വാലിറ്റി, ഇതൊക്കെ പല ഏരിയാസ് വന്നിട്ടുള്ളതാണ്. പല ഏരിയയിലും ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ധാരാളം ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക. കാരണം ഏറ്റവും അധികം അപകടങ്ങൾ നടക്കുന്നത്, ഏറ്റവും അധികം ലൈഫ് നഷ്ടപ്പെടുന്നതൊക്കെ മോട്ടോർ സൈക്ലിസ്റ്റിനാണ്, ടൂ വീലേഴ്സിനാണ്. മെജോറിറ്റി ടൂ വീലേഴ്സ് ആയിരിക്കും അല്ലെ. നമ്മളൊരു ട്രാഫിക് സ്ട്രീം, ഒരു നമ്മുടെ റോഡിൽ ഇറങ്ങി നോക്കിയാൽ അധികം കാണുക ടൂ വീലേഴ്സ് ആയിരിക്കും. അവരാണ് ഏറ്റവും വൾണറബിളും, ഏറ്റവും അപകടങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയും അവർക്കാണ്. ഏറ്റവും യങ്ങർ ജനറേഷൻ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിളും ടൂ വീലർ ആണ്. അപ്പോൾ അപകടങ്ങളും ഡെത്തും കൂടുതൽ നടക്കുന്നത് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ്. അപ്പൊ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് തന്നെ ഒരു വലിയൊരു നഷ്ടമാണ് ഈ ഒരു ആക്സിഡൻസ് കാരണം ആക്ച്വലി ഉണ്ടാവുന്നത്. ഒരു വീടിന് മാത്രമല്ല, ഒരു നാടിന് മുഴുവൻ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് മോട്ടോർ സൈക്കിളിന്റെ സേഫ്റ്റി കൂട്ടാൻ പറ്റും? നമുക്കറിയാം ഹെൽമെറ്റ്, പണ്ട് ഹെൽമെറ്റ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമുള്ള ഒരു കാര്യമായിരുന്നു ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത്. പക്ഷെ ഹെൽമെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇഞ്ചുറിയുടെ സീരിയസ്നെസ് ഒക്കെ കുറഞ്ഞു. അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് കുറഞ്ഞു തുടങ്ങി. ബാക്കിലുള്ള ആളും കൂടി ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അതൊരു സേഫർ. അങ്ങനെ എപ്പോഴും അപകടത്തില് രണ്ടാള് യാത്ര ചെയ്യുമ്പോൾ ബാക്കിലുള്ള ആൾക്കാർക്ക് എപ്പോഴും പരിക്ക് വെച്ച അല്ലെ. ഫ്രണ്ടിൽ ഓടിക്കുന്ന ആൾക്കല്ല അപകടം കൂടുതലും ഇഞ്ചുറി കൂടുതലും വരിക, ബാക്കിലുള്ള ആളാണ് കൂടുതലായിട്ട് ഡെത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അവർക്കാണ് ഹെൽമെറ്റ് നിർബന്ധം ആക്ച്വലി. പക്ഷെ നമ്മളത് നമുക്കതൊരു മെന്റലി അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. So you can make different approaches in this thing. പല ആൾക്കാരും why people are not using helmet? Why people are not using helmet? You can make a survey. അല്ലെ, എന്തുകൊണ്ട്? പല കാരണങ്ങളുണ്ടാവും. ഹെയർ സ്റ്റൈൽ നാശമാവും, മുടി കൊഴിയും, പല കാരണങ്ങളുണ്ടാവും. If you identify the most important one, can you make a solution for that? ഇപ്പോ തലയിലെ നല്ല പുഴുക്കാണ്, നല്ല ഉഷ്ണം വരികയാണ്, ചൂട് വരുന്നതുകൊണ്ട് മുടി കൊഴിയുന്നതാണ് പ്രോബ്ലം എങ്കിൽ can you modify the helmet or can you modify any features in the helmet? So here you have the possibility to get in touch with your mechanical counterparts, okay, or other branches. There you can jointly do these kind of projects. So you are going to design a helmet, okay, a better helmet, so that it will be very comfortable to the user. ഒരു ചെറിയൊരു കാര്യമാണല്ലേ, ചെറിയൊരു കാര്യമാണ്, ബട്ട് ദാറ്റ് വിൽ മേക്ക് എ ഗുഡ് മൈലേജ്. അപ്പൊ അങ്ങനെ എന്ത് ആസ്പെക്ട് എടുക്കും? ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഹെൽമെറ്റ് എന്ന് പറഞ്ഞത്. ഹെൽമെറ്റ് എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ, ഞാൻ ഇത് മാത്രം എന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. യു ഐഡന്റിഫൈ വൈ ദ പീപ്പിൾ ആർ നോട്ട് റെഡി ടു വെയർ ഹെൽമെറ്റ്, വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ദം, ദാറ്റ് യു ക്യാൻ ഡു. യു ക്യാൻ ഹാവ് എ ഗുഡ് സ്റ്റഡി അബൌട്ട് ദാറ്റ്. അതിനുശേഷം യു ഐഡന്റിഫൈ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ, important hindrance they are telling about. Identify that hindrance, you try to work out a solution for that, right? Appo idu edu megala eduthalum there is a chance that you can get in link with other friends also from other departments. അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. Then another one, safer speed. നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏത് ഡെവലപ്പിംഗ് കൺട്രി എടുത്താലും അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായ ഡിസ്പാരിറ്റി ആണ് അല്ലെ. നമ്മുടെ വെൽത്തിന്റെ കേസില്, ജോലിയുടെ കേസിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ എല്ലാവരും തമ്മിലുണ്ട്, വളരെ വലിയൊരു ഡിസ്പാരിറ്റി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാം ഒരേപോലെ ആക്കണം എന്നൊക്കെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ആ ഡിസ്പാരിറ്റി ഉള്ളത് തന്നെ നമുക്ക് ഏറ്റവും പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന റോഡിലിറങ്ങിയാല. നല്ല വലിയ 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 കാറുകളും അതേസമയം ചെറിയ സൈക്കിൾസും താളവണ്ടി അടക്കം ചിലപ്പോൾ നമ്മുടെ റോഡിൽ പോകണ ഇപ്പോഴും കാണാം അല്ലെ. അപ്പൊ അത്രയും എന്ന് വെച്ചാൽ ഓരോ വണ്ടിക്കും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉള്ള വണ്ടികൾ എല്ലാവരും കൂടി ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മുടെ രാജ്യത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. വി ഡോണ്ട് ഹാവ് എനി സെപ്പറേറ്റ് ലെയിൻ ഡിസിപ്ലിൻ അല്ലെ. ബസ്സുകളൊക്കെ പോകാൻ ഒരു റൂട്ട്,
ഹൈ സ്പീഡ് വണ്ടികൾക്ക് പോകാൻ ഒരു റൂട്ട്, സ്ലോ മൂവിംഗ് വെഹിക്കിൾസിന് പോകാൻ ഒരു സെപ്പറേറ്റ് ലൈൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആക്സിഡൻസ് ഇത്രമാത്രം വരില്ല. ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാ മിക്സ് ഓഫ് വെഹിക്കിൾസ്, എവരിബഡി ആർ യൂസിങ് ദ സെയിം റോഡ്. അവിടെ തുടങ്ങുന്നു എല്ലാ പ്രോബ്ലംസും. റൈറ്റ്? സോ അപ്പൊ നമുക്ക് റോഡ് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് വെഹിക്കിളിനും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്, അതിന്റെ സൈസ് ഡിഫറെന്റ് ആണ്, അതിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്, ബ്രേക്കിംഗ് കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്, പവർ ഡിഫറെന്റ് ആണ്. ഒരു കാർ എന്നുള്ളൊരു മോഡ് തന്നെ എടുത്താൽ അതിൽ തന്നെ പല വെറൈറ്റി ആണ്. ഓരോ കാറിലും നമുക്ക് പറയാം ഡിഫറെന്റ് ഫീച്ചേഴ്സ്. ബിഗർ സൈസ് കാർസ്, സ്മോളർ സൈസ് കാർസ്, നല്ല എഫിഷ്യന്റ് കാർസ് ഉണ്ട്, പവർ ഉള്ള കാർസ് ഉണ്ട്, ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ അത്രമാത്രം എനിക്ക് പറഞ്ഞ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട് ആക്ച്വലി. അത്രയും ഡിസ്പാരിറ്റി ഉള്ള ഒരു സിറ്റുവേഷൻ, അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ആകെ ഒരേ ഒരു റോഡ്. റൈറ്റ്? അപ്പൊ അവിടെ എന്താ പ്രോബ്ലം? ഈ റോഡ് ആർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യും? ആരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ, ആരുടെ സേഫ്റ്റിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാവർക്കും കൂടി കൺസിഡർ ചെയ്തിട്ടൊരു ഡിസൈൻ, നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ കൊടുക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സെപ്പറേറ്റ് റൂട്ട് കൊടുക്കായിരുന്നു. അതില്ല, അത് നമുക്ക് പറ്റില്ല. അപ്പൊ ഉള്ള റൂട്ട് ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫേവറബിൾ ആവുന്ന, ഏറ്റവും കൂടുതൽ വെഹിക്കിൾസിന് പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ. സോ ദാറ്റ് വി വിൽ ബി ഡൂയിങ്. ആൻഡ് ഓൺലി തിങ് വാട്ട് വി ക്യാൻ ഡു ഇസ്, ഈ റോഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാസഞ്ചർ കാറിന് പറ്റുന്ന രീതിയിലാണ്. റൈറ്റ്? If you are having a variation from that particular character of the car, speed of the car, you have to post the speed limit. എന്ത് ചെയ്യേണ്ടി വരും? പർട്ടിക്കുലർ റൂട്ടില് 60 km/h പോകാൻ പറ്റുള്ളൂ. അത്ര സ്പീഡിലാണ് ഈ വളവുകളൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ സ്പീഡായാൽ ലാറ്ററലി തെറിച്ചു പോകാം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്നിട്ട് യു വിൽ ബി പേസ്റ്റിംഗ് എ സ്പീഡ് ലിമിറ്റ് അല്ലെ. ചില വളവുകളുടെ അവിടെയൊക്കെ കാണില്ലേ 30 km/h, അതാണ് അതിന്റെ സ്പീഡ്. അതിൽ കൂടുതൽ സ്പീഡിൽ പോകരുത് എന്നുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ വെക്കും. സോ യു ക്യാൻ ഐഡന്റിഫൈ വിച്ച് ഇസ് ദ സേഫർ സ്പീഡ് ഫോർ ദീസ് കാറ്റഗറി ഓഫ് വെഹിക്കിൾ. ഏത് സ്പീഡിൽ പോകണം, സേഫ് ആയിട്ട് പോകണമെങ്കിൽ. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ബിക്കോസ് ഇപ്പോഴത്തെ ഈ പല സ്പീഡ് ലിമിറ്റുകളും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്, ഡിസൈൻ ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സ്പീഡുകൾ എന്ന് പറയുന്നത് പണ്ട് കാലത്തുള്ള ഇൻഫർമേഷനെ വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തുടങ്ങിയിട്ടുള്ള സ്പീഡുകളാണ്. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ, പല റോഡുകളും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം റിവിഷൻസ് അധികം വന്നിട്ടില്ല. ഒരു റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ റോഡിന്റെ വളവും തിരിവും കയറ്റവും ഇറക്കൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്ര സ്പീഡ് എന്നുള്ള ബേസിൽ ഡിസൈൻ ചെയ്യാനാണ് നമുക്ക് ഗൈഡൻസ് തരാം. പക്ഷെ ആ സ്പീഡ് എന്നുള്ളത് അന്നത്തെ കാലത്ത് അത് വലിയൊരു സ്പീഡായിരുന്നു. പക്ഷെ ഇന്ന് അതിനേക്കാൾ സ്പീഡാണ് എല്ലാ വണ്ടികൾക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു റെഡ്യൂസ്ഡ് സ്പീഡിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദ പെർഫോമൻസ് ഓഫ് വെഹിക്കിൾസ് ആർ ഫാർ ബെറ്റർ ദാൻ ദാറ്റ് സ്പീഡ്. എല്ലാ വണ്ടികളും അതിനേക്കാൾ സ്പീഡിലാണ് പോകാൻ താല്പര്യപ്പെടുന്നത്. ദെൻ യു ഹാവ് ടു റീതിങ്ക് അബൌട്ട് യുവർ ഒറിജിനൽ ഡിസൈൻ ഗൈഡ് ലൈൻ അല്ലെ. അപ്പോ ആ പാർട്ട് ശരിക്കും ഒരു സ്കോപ്പുള്ള, അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ്. What should be the novel design speed or old ഇപ്പോൾ ഉള്ള ഡിസൈൻ സ്പീഡ് ഓക്കെ ആണോ, അത് മതിയോ, whether vehicles are moving in that speed or not, അതാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. 100 km/h എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്ത റോട്ടില് വണ്ടികൾ ആ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടോ, അതിനേക്കാൾ കൂടുതൽ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, അങ്ങനെയാകുമ്പോഴാണ് അപകടങ്ങൾ കൂടുന്നത് അല്ലെ. അപ്പൊ എന്താണ് വണ്ടികളുടെ ഓപ്പറേറ്റിംഗ് സ്പീഡ്, വണ്ടികൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ദാറ്റ് യു ഹാവ് ടു ആക്ച്വലി ഒബ്സർവ്. റിയൽ സിറ്റുവേഷൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കം അപ്പ് വിത്ത് ബെറ്റർ സൊല്യൂഷൻ ഫോർ ദാറ്റ്. റൈറ്റ്? ദെൻ അനദർ ആസ്പെക്ട് ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? റോഡ് സൈഡ് ഫർണിച്ചർ. റോഡ് സൈഡ് ഫർണിച്ചർ, നമ്മൾ വീട്ടിൽ ഫർണിച്ചർ ഒക്കെ പറയാറുണ്ട്, അതുപോലെ റോഡിനും ഉണ്ട് ഫർണിച്ചർ ഒക്കെ. റോഡിന്റെ ഫർണിച്ചർ എന്ന് പറയുന്നത് അതിന് ചുറ്റും കാണുന്ന അഡീഷണൽ ആയിട്ടുള്ള കുറെ ഫെസിലിറ്റികളാണ്. സ്ട്രീറ്റ് ലൈറ്റിംഗ് ഉണ്ടായിരിക്കും, ചിലപ്പോ സൈഡില് മീഡിയൻസ് കൊടുത്തിട്ടുണ്ടാവും, ബാരിയേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ റോഡും വണ്ടി പോകുന്ന വശമല്ലാതെ ചുറ്റുവട്ടത്ത് റോഡുമായി ബന്ധപ്പെട്ട് സിഗ്നൽ പോസ്റ്റ് ഉണ്ടാവും, സൈൻ പോസ്റ്റ് ഉണ്ടാവും അല്ലെ. ഇതൊക്കെ റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഡ്രെയിനേജ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള റോഡ് സൈഡ് ഫീച്ചേഴ്സ് എങ്ങനെ അപകടത്തിന് കാരണമാകുന്നു? പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം, റോഡ് വീതി കൂട്ടി റോഡിന്റെ നടുക്കൊരു പോസ്റ്റ്, പണ്ടത്തെ പോസ്റ്റ് നിൽക്കുന്നുണ്ടാവും, ശരിയല്ലേ? റോഡ് നല്ല വീതി ഉണ്ടാവും, സൈഡിലേക്കൊക്കെ എക്സ്ട്രാ നീട്ടിയെടുത്ത്, പക്ഷെ പണ്ടത്തെ ആ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റ് നിൽക്കുന്നത് മാറ്റിയിട്ടുണ്ടാവില്ല, അത് റോഡിന്റെ ഉള്ളിലാണ്.
അല്ലെങ്കിൽ ആവശ്യത്തിന് ക്ലിയറൻസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാണ്. സോ യു ക്യാൻ ഗെറ്റ് എൻ ഒബ്സർവേഷൻ ഓൺ ഡിഫറെന്റ് റോഡ് സ്ട്രെച്ചസ്. ഓരോ റോഡ് സ്ട്രെച്ചിലും അടുത്തുള്ള റോഡ് സൈഡ് ഫീച്ചറുകൾ എത്രമാത്രം റോഡിൽ നിന്ന് മാറിയിട്ടാണ്. റൈറ്റ്? Sometimes it may be the cause of accident at certain location. So that can be made one topic for project. ഇവിടേക്ക് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരുന്നു. ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ ലിസ്റ്റ് ചെയ്ത പ്രോജക്റ്റുകളിലൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ, നമുക്ക് അപകടങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയേണ്ടി വരും. ആക്സിഡന്റ് ഡാറ്റ അത് നമ്മൾ അധികവും പോലീസ് സ്റ്റേഷൻസിൽ നിന്നാണ് നമുക്ക് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക. പിന്നെ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ വേണ്ടി വരും. ഓരോ അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ കറക്റ്റ് ആയിട്ട്, ബിക്കോസ് ദ പബ്ലിക് ഓവർ ദർ ദേ ഫീൽ ദറ്റ് കൈൻഡ് ഓഫ് ആക്സിഡന്റ് ഫോർ എ ലോങ് പീരിയഡ്. അപ്പൊ അവർക്ക് അറിയാം കറക്റ്റ് എന്താണ് അവിടുത്തെ പ്രോബ്ലം, അവരുടെ അറിവിലുള്ള പ്രോബ്ലംസ് എന്താണ്, അവിടെ കാരണം എന്താണെന്നുള്ളത് യു ക്യാൻ ഗെറ്റ് എൻ ഒപ്പീനിയൻ. ദെൻ റോഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടി വരും. അപകടത്തിൽ പെടുന്ന വണ്ടികളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ ആണ് ഈ കാറ്റഗറിയിൽ വരുന്ന പ്രോജക്റ്റ് വർക്ക്സ് എടുക്കുമ്പോൾ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരിക. Right? Then transport. റോഡ് നമുക്കറിയാലോ, റോഡിന്റെ വീതി, അതിന്റെ സ്ലോപ്പ്, അതിന്റെ റേഡിയസ്, ഈ കാര്യമൊക്കെ റോഡ് ഡിസൈനിലേക്ക് വരുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് റോഡിലെ വളവുകളും തിരിവുകളും ഒക്കെ ഒരു ഡ്രൈവറെ എഫക്ട് ചെയ്യുന്നത്? നിങ്ങൾ പലരും വണ്ടി ഓടിക്കുന്നുണ്ടാവും അല്ലെ, 2 വീലേഴ്സോ കാർസ് ഒക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ടാവാം ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതില് ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം ചില സ്ഥലങ്ങൾ പരിചയമില്ലാത്ത ലൊക്കേഷനിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഷാർപ്പായിട്ടുള്ള ഒരു ടേണിങ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല, അത് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു ടേണിങ്, അങ്ങനെയൊക്കെ വരുമ്പോൾ അറ്റ് മെനി സിറ്റുവേഷൻ ദ ഡ്രൈവർ ബിക്കം സ്ട്രെസ്ഡ്. എല്ലാ ഡ്രൈവേഴ്സും ഒരേപോലെ ആവില്ല, പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, പല ഹെൽത്ത് കണ്ടീഷനിലുള്ള ആൾക്കാർ വണ്ടി ഓടിക്കുന്നുണ്ടാവും. സോ ഹൗ ദ റോഡ് കോസിങ് സ്ട്രെസ്സസ് ടു ദ ഡ്രൈവർ, അതൊരു നല്ലൊരു ആസ്പെക്ട് ആണ്. റോഡ് എങ്ങനെയാണ് ഒരു ഡ്രൈവർക്ക് സ്ട്രെസ് കൊടുക്കുന്നത്, വർക്ക് ലോഡ് കൊടുക്കുന്നത്? റോഡ് എന്ന് പറയുമ്പോൾ റോഡിന്റെ ഡിസൈൻ ആയിരിക്കാം, ചിലപ്പോൾ റോഡിലുള്ള ട്രാഫിക് വോളിയം ആയിരിക്കാം. സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഹോൺ അടിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ വരും അല്ലെ. ചിലപ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടും, ചിലപ്പോൾ നമ്മൾ നല്ലോണം വേർക്കാൻ തുടങ്ങും. ചില സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ണടക്കാണ്ട് ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കേണ്ടി വരും, കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആയിരിക്കും ഇൻ ഫ്രണ്ട് ഓഫ് us. അപ്പോൾ എങ്ങനെയാണ് റോഡ് ജോമെട്രി ഡ്രൈവർക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുന്നത്? വാട്ട് ഈസ് ദ സ്ട്രെസ് ദാറ്റ് കോസസ്? അതേപോലെ ഈ ജിയോമെട്രി എങ്ങനെയാണ് വണ്ടികളുടെ സ്പീഡിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? റൈറ്റ്? ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സ്റ്റഡീസ്, ഹൗ ദ ഡ്രൈവേഴ്സ് വിൽ ബി എഫക്റ്റഡ്, ഹൗ ദ വെഹിക്കിൾ സ്പീഡ് വിൽ ബി എഫക്റ്റഡ് ഡ്യൂ ടു ദ ഡിസൈൻ ഓഫ് ദി റോഡ്. അവിടെ ഡിസൈൻ എന്ന് പറയുന്നത് റോഡിന്റെ അലൈൻമെന്റ് ഡിസൈനിനെ കുറിച്ചാണ് പറയുന്നത്. വേറെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ചില ജംഗ്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴും ബ്ലോക്ക് ആണ്, എപ്പോഴും അവിടെ എത്തുമ്പോൾ എത്ര സ്പീഡിൽ വന്നാലും ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബോട്ടിൽ നെക്കാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കാം എന്തുകൊണ്ടാണ് ആ ജംഗ്ഷൻ ഇത്രയും ട്രാഫിക്കിനെ ക്യാറ്റർ ചെയ്യാൻ പറ്റാത്തൊരു ഇന്റർസെക്ഷൻ ആണ് അത്. സോ വാട്ട് ഇംപ്രൂവ്മെന്റ് മെഷർ യു ക്യാൻ ഡു ഫോർ ദാറ്റ്? അത് നിങ്ങൾക്ക് റിയലി ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റ് ആണ് അല്ലെ. നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ജംഗ്ഷൻസ് നിങ്ങൾ പീക്ക് ടൈമിലൊക്കെ അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ആണ് എപ്പോഴും ഫീൽ ചെയ്യണേ, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കോമൺ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് ഇപ്പൊ എത്രമാത്രം ട്രാഫിക് വോളിയം അവിടേക്ക് വരുന്നുണ്ട്, ഈ ഒരു ജംഗ്ഷൻ, ഈ ഒരു ടൈപ്പ് ഓഫ് ജംഗ്ഷന് അത്രയും വോളിയം എപ്പോഴും ക്യാറ്റർ ചെയ്യാൻ പറ്റുന്നതാണോ, അല്ല എങ്കിൽ അടുത്ത എന്ത് ഇംപ്രൂവ്മെന്റ് മെഷർ ആണ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്? സോ ദാറ്റ് ക്യാൻ ബി സബ്മിറ്റഡ് ടു യുവർ അതോറിറ്റി ഓവർ ദർ ആൻഡ് ഇറ്റ് വിൽ ബി ഗുഡ്. റൈറ്റ്? സിമിലർലി പെഡസ്ട്രിയൻ ഫെസിലിറ്റി. പെഡസ്ട്രിയൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യം. ഇതൊരു എക്സാമ്പിൾ ആണ്. പെഡസ്ട്രിയൻ എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് റോഡ് യൂസർ അല്ലെ. നമ്മളൊക്കെ പലപ്പോഴും നടന്നു പോകുന്ന ആൾക്കാരുണ്ട്, കാൽനട യാത്രക്കാരാണ്. അപ്പൊ നമ്മൾക്ക് എന്താ ഫീൽ ചെയ്യാറ്? റോഡിന്റെ സൈഡിൽ കൂടെ നടക്കാൻ ഒരു സ്ഥലം ഉണ്ടോ? ഉള്ള സ്ഥലം തന്നെ കല്ലുകൾ അൺഈവൺ ആയിട്ടൊക്കെ കിടക്കുമായിരിക്കും, ചാടി ചാടി നടക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും റോഡിലേക്ക് കയറി നടക്കും. സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ റോഡിലേക്ക് കയറും. അപ്പൊ അതവിടെ കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാവും അല്ലെ. അപ്പോ can you audit the pedestrian facility in your city, in your town?
ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു സിറ്റി എന്ന് പറയുമ്പോൾ പെഡസ്ട്രിയൻസിന് എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നതായിരിക്കണം. അവർക്ക് നടക്കാനുള്ള പ്രോപ്പർ ഫുട്പാത്ത് ഉണ്ടായിരിക്കണം. അതിങ്ങനെ ബ്രേക്ക് ചെയ്ത് ഓരോ ഷോപ്പിന്റെ അവിടെ എത്തുമ്പോൾ ചാടി ഇറങ്ങി പിന്നെ അടുത്ത കാലത്ത് എത്തുമ്പോൾ കയറി അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആവരുത്. സോ ഇഫ് യു ക്യാൻ ഇവാലുവേറ്റ് the existing pedestrian facility in your city, that can be made and you can modify, but you can suggest what are the improvement measures. എവിടെയൊക്കെ നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ ഇംപ്രൂവ്മെന്റ് എവിടെയൊക്കെ കൊടുക്കാം. പലപ്പോഴും ഫുട്പാത്തിലൊക്കെ കടകളായിരിക്കും, നടക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് what is the pedestrian index, comfort index for the particular locality, that can be submitted to your authority. ഇനി ഒരു പെർമനന്റ് നമുക്ക് ഡിസൈൻ ചെയ്താലോ? നമ്മളെല്ലാവരും യൂസേഴ്സ് ആണ്. ഓൾറെഡി ആരൊക്കെയോ ഡിസൈൻ ചെയ്ത ഒരു റോഡ്, കൺസ്ട്രക്ട് ചെയ്ത ഒരു റോഡ്, അത് നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്ക് തന്നെ ഒരു ഡിസൈൻ ചെയ്താലോ? റൈറ്റ്. നമ്മളൊരു ലോക്കൽ, നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം തിക്നെസ് കൊടുക്കണം, എന്തൊക്കെ മെറ്റീരിയൽസ് കൊടുക്കണം, എത്രമാത്രം കൊടുക്കണം, എന്തുമാത്രം കോമ്പാക്ഷൻ കൊടുക്കണം, entire process, ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ entire process can be design it, right? അത് റിയലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു പഠനം തന്നെയാണ്. നിങ്ങൾ ആ റോഡ് അവിടെ ഉണ്ടാക്കണ്ട, പക്ഷെ ഒരു റോഡ് ഉണ്ടാക്കുന്നതിന്റെ എല്ലാ സ്റ്റെപ്സും നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കാരണം അത് പുതുമയുള്ള കാര്യമാണ്. ഓരോ സ്ഥലത്തും റോഡ് ഉണ്ടാക്കുന്ന പറയുമ്പോൾ അവിടുത്തെ സോയിലിന്റെ ഘടനയൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോയിലിന്റെ പ്രോപ്പർട്ടി മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജിയിലും അതിനനുസരിച്ച് കുറേശ്ശെ മാറ്റങ്ങൾ വരും. So you test the soil which is there. നിങ്ങൾക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ലൊക്കേഷനിലെ സോയിൽ യു ക്യാൻ ടെസ്റ്റ്. ദ മെറ്റീരിയൽസ്, ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ എപ്പോഴും ഏറ്റവും ഇക്കണോമിക്കൽ ആവുക മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഏറ്റവും നിയർ ബൈ നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വൺ, അല്ലെ? അപ്പോൾ ലോ കോസ്റ്റ് റോഡ്, ഹൗ ക്യാൻ യു ഡിസൈൻ ഇറ്റ്, റൈറ്റ്? ദാറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. സിമിലർലി ദ പ്ലാനിങ്, ഡിസൈനിങ്, എസ്റ്റിമേഷൻ ഓഫ് എ stretch of flexible pavement, right? And your planning, design cheya, adine varuna cost estimation, everything can be done. Just like for a building is a structure, similarly road is also a structure. Appo oru structural design estimation okke namukku cheyavuna karyam. Appo adile endokke information aayirikkum collect cheyendi variya ennalladana. റോഡിന്റെ ഡീറ്റെയിൽസ് വേണ്ടി വരും, മെറ്റീരിയൽ ഡീറ്റെയിൽസ് വേണ്ടി വരും, അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അവരുടെ ഒപ്പീനിയൻസ്, പ്ലാൻ ചെയ്യുന്ന ടൈമിലൊക്കെ അവരുടെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്യേണ്ടി വരും. യു ഹാവ് ടു റെഫർ ടു ദ കോഡ്സ്, ഡിസൈൻ ഗൈഡ് ലൈൻസിന്റെ കോഡുകൾ റെഫർ ചെയ്യണം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരുന്ന ഇൻഫർമേഷൻ, റൈറ്റ്? നൗ കൺസ്ട്രക്ഷൻ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ കുറച്ച് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള, ലബോറട്ടറി റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പെർവിങ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പെർവിങ് മെറ്റീരിയൽ, പെർമനന്റ്, നമുക്ക് പാർക്കിംഗ് ഏരിയയിൽ അങ്ങനെ ലോഡ് അധികം വരാത്ത സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റുന്ന പെർമനന്റ് മെറ്റീരിയൽസ്, റോഡിന്റെ ജംഗ്ഷൻസിൽ കൊടുക്കാവുന്ന പെർമനന്റ് മെറ്റീരിയൽസ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പലയിടത്തും ഇന്റർലോക്കിംഗ് ആണ് ജംഗ്ഷനിൽ എത്തുമ്പോൾ, കുറെ അഡ്വാൻറ്റേജസ് അതുകൊണ്ടുണ്ട്. സോ ക്യാൻ യു പ്രൊവൈഡ് എ ലോ കോസ്റ്റ് പേവിംഗ് മെറ്റീരിയൽ വിത്ത് സഫിഷ്യന്റ് സ്ട്രെങ്ത്? അപ്പൊ മെറ്റീരിയൽസ് നേരത്തെ കഴിഞ്ഞ സെഷനിൽ സാറെടുത്ത പോലെ മെറ്റീരിയൽസിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് നടത്താം. അതിന്റെ ഒരു ലബോറട്ടറി സ്റ്റഡീസ് വെച്ചുകൊണ്ട് ഡിഫറെന്റ് പേവിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് യു മേക്ക് പേവിംഗ് ബ്ലോക്സ്, ദെൻ ടെസ്റ്റ് ഇറ്റ് ഫോർ ദി സ്ട്രെങ്ത്. ദാറ്റ് ക്യാൻ ബി എ ഗുഡ് പ്രോജക്ട്, റൈറ്റ്? അത് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ആകാം, കൺസ്ട്രക്ഷൻ വേസ്റ്റിൽ നിന്നുള്ള ഇടിച്ചു പൊളിച്ചൊക്കെ ഇട്ടിട്ടുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന്റെ ആ കോൺക്രീറ്റ് aggregates ഒക്കെ എടുത്ത്, വേസ്റ്റ് അഗ്രിഗേറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇഫ് ദാറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്, അപ്പോൾ റീസൈക്ലിംഗ് ഉള്ള ഒരു എഫക്ട് കൂടി അവിടെ വരും. ഡബിൾ പർപ്പസ് ആ. അറ്റ്മോസ്ഫിയർ, നമ്മുടെ സൊസൈറ്റിയിലെ എൻവയോൺമെന്റിലെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, ആൻഡ് ദാറ്റ് ക്യാൻ ബി റീയൂസ്ഡ്. ഇതിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മളൊരു എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ വേസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. മെനി ഓപ്ഷൻസ് യു ക്യാൻ ട്രൈ ഔട്ട്. ഇ വേസ്റ്റ് മെറ്റീരിയൽസ് പറ്റുമോ ബിൽഡിംഗ്, റോഡ് കൺസ്ട്രക്ഷന്? ഇ വേസ്റ്റ് എപ്പോഴും ഇപ്പൊ ഇനി അധികം ഉണ്ടാവാൻ പോകുന്നത് ഇ വേസ്റ്റ് ആണ്, അല്ലെ? ഇലക്ട്രോണിക് സാധനങ്ങളുടെ വേസ്റ്റേജ് വളരെ കൂടാൻ പോവാണ്. വെദർ എനി പാർട്ട് ഓഫ് ദാറ്റ് ഇ വേസ്റ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. സോ ഹിയർ യു ക്യാൻ മിക്സ് വിത്ത് അതർ ഡിസിപ്ലിൻസ്. ഇലക്ട്രോണിക്സുമായിട്ടോ കമ്പ്യൂട്ടറുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് അവർക്കും ഇതൊരു പ്രോജക്റ്റ് ആക്കാവുന്ന സ്കോപ്പ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോയിലില് എങ്ങനെയുള്ള റോഡുകളാണ് നല്ലത്, അതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്താം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ, ക്ലേയി സോയിൽ ആണെങ്കിൽ, സാൻഡി സോയിൽ ആണെങ്കിൽ,
different type of soil condition വരുമ്പോൾ how the road construction varies, how the values in the construction, the parameters are varying. That can be considered cost effective permanent materials എന്താണെന്നുള്ളത്. ഡിഫറെന്റ് മെറ്റീരിയലിന്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താം. റൈറ്റ്, എങ്ങനെയാണ് ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട്. അത് ആ ലൊക്കാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ നേരത്തെ സാറ് പറഞ്ഞില്ലേ മഡ് അവൈലബിൾ ആണ് നമുക്ക്. വൈ കാൻഡ് യു മോഡിഫൈ ദ മഡ് വിത്ത് സം മെറ്റീരിയൽ ആൻഡ് യൂസ് ഇറ്റ്, അല്ലെ? അപ്പൊ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ യു ക്യാൻ മേക്ക് ഇറ്റ് മോർ കോസ്റ്റ് ഇഫക്റ്റീവ്. അത് പെർമനന്റ് എന്നുള്ള പാർട്ടിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ്. So you have to collect the various materials, you have to do the experimental works in that, make a comparative study with existing. ഇപ്പൊ നല്ലത് എന്ന് പറയുന്നതുമായിട്ട് നമ്മളത് കമ്പാരിസൺ നടത്തണം. Then you can get a result. Finally, performance based ആണ്. Performance based. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എത്രയേ ഉള്ളൂ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റോഡുകൾ ഉണ്ട്, എങ്ങനെ അത് പെർഫോം ചെയ്യുന്നു, ഇസ് ഇറ്റ് ഓക്കെ, റൈറ്റ്? അതിന്റെ ഒരു ഇവാലുവേഷൻ നടത്തണം. കാരണം പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാർച്ച് മാസം, ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറെ സ്ഥലത്ത് ഇങ്ങനെ വെറുതെ എന്തൊക്കെയോ റോഡ്, ഉള്ള റോഡ് മോശമൊന്നും ഉണ്ടാവില്ല, എന്റെ മുകളിൽ വീണ്ടും റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന കാണാം. കാരണം അത്രയും ഫണ്ട് ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് കാണിക്കണം, എന്നാലേ ബില്ലൊക്കെ പാസ്സായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും റോഡ് പണി ചെയ്യുന്നത് കാണാം. അപ്പൊ ഇവിടെ പ്രോപ്പർ ആയിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് എവിടെ ആദ്യം അഡ്രസ് ചെയ്യണം അവിടെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എന്ത് പറയും, ഫണ്ട് ഇല്ല, നമുക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ഫണ്ടൊന്നും അവൈലബിൾ അല്ല എന്നൊക്കെയുള്ള ബുദ്ധിമുട്ട് പറയും. അപ്പോ എവിടെ ആദ്യം അഡ്രസ് ചെയ്യണം എന്നുള്ളത് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം, അല്ലെ? ഏറ്റവും അധികം ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന ലൊക്കേഷനിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവുക. ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന റോഡിലും ആദ്യം അറ്റൻഷൻ കൊടുക്കണം. അപ്പൊ എങ്ങനെ, വാട്ട് ആർ ദ പ്രയോറിറ്റൈസേഷൻ കണ്ടീഷൻ? അപ്പൊ ഒരു ഹൈവേ അല്ലെങ്കിൽ ഒരു റോഡ് മെയിൻ്റനൻസ് കൊടുക്കുമ്പോൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം എന്നുള്ളത് that can be a topic. പെർമനന്റിന്റെ റോഡിന്റെ സർഫസ് കണ്ടീഷൻ, റോഡ് പലതും പൊളിഞ്ഞും ഒക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ടാവല്ലോ, കുറെ ക്രാക്ക് ഒക്കെ വന്നിട്ട്. ആ സർഫസ് റോഡിനെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? റോഡിന്റെ സർഫസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഏറ്റവും വേഴ്സ്റ്റ് റോഡ് ഇതാണ്, ഇവിടെ ആദ്യം ഇൻപുട്ട് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് റോഡിനെ കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾക്ക് അതോറിറ്റിക്ക് കൊടുക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കാൻ പറ്റിയാൽ that will be very helpful for the പഞ്ചായത്ത് ആൻഡ് അതർ അതോറിറ്റീസ്, മുനിസിപ്പാലിറ്റിക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ ഒരു ബേസിൽ നമ്മൾ വില്ലേജിലെ റോഡുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷനിൽ വരുന്ന റോഡുകൾ ഇതൊക്കെയാണ്. ഇഫ് യു ക്യാൻ ഡു ദാറ്റ് വിൽ ബി ഗുഡ്. സിമിലർലി കൺജഷൻ മാനേജ്മെന്റ്, കൺജഷൻ, റോഡിലെ ഏറ്റവും കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ് എന്ന് പറയുമ്പോൾ അവിടെയാണ് എന്താ പ്രോബ്ലം, ഏറ്റവും കൂടുതൽ പൊള്യൂഷനും ഏറ്റവും ഇറിറ്റേറ്റിംഗ് ലൊക്കേഷൻ അതായിരിക്കും. അപ്പൊ കൺജഷൻ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള പെർഫോമൻസ് സ്റ്റഡി നടത്താം. ഒരു ഫെസിലിറ്റി, ഒരു പെർട്ടിക്കുലർ ഫെസിലിറ്റി ആക്സസബിൾ ആണോ? നമ്മുടെ കോളേജ് തന്നെ എടുക്കാം, നിങ്ങളുടെ കോളേജ്, നിങ്ങൾ പഠിക്കുന്ന കോളേജ് എത്രമാത്രം ആക്സസിബിൾ ആണ്, ഏതൊക്കെ സ്ഥലത്തു നിന്ന് ആൾക്കാർക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും, ആക്സസിബിലിറ്റിനെ കുറിച്ചൊരു പഠനം നിങ്ങൾക്ക് വേണമെങ്കിൽ നടത്താം. റൈറ്റ്, ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണെങ്കിൽ അത് കുറേ കൂടി പെർഫോം ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കും. ഇപ്പൊ ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം വളരെ ആക്സസിബിൾ ആണ്, നിങ്ങൾക്ക് കാറിൽ വരാം, ടൂ വീലറിൽ വരാം, ബസ്സിൽ വരാം, ചിലപ്പോൾ ട്രെയിനിലും പോകാം, എല്ലാ രീതിയിലും ആക്സസിബിൾ ആണ്. അന്ന് റിമോട്ട്ലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള പ്ലേസുകളിൽ ആക്സസിബിലിറ്റി കുറവാണ്. ഈ ഒരു നിങ്ങളുടെ ഓരോ ലൊക്കേഷന്റെയും ആക്സസിബിലിറ്റി നിങ്ങൾക്ക് അളക്കാൻ പറ്റിയാൽ അതെങ്ങനെ യൂസ്ഫുൾ ആയിരിക്കും? ഒരാൾ പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ പോവാ, ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുക എന്താ, ഇതേപോലത്തെ ഷോപ്പ് എവിടേക്ക് ഉണ്ടാ പരിസരത്ത്, അല്ലെ? പിന്നെ ഈ ഷോപ്പിലേക്ക് ആൾക്കാർക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുമോ? അതൊക്കെ നോക്കിയിട്ട് വേണം എവിടെ നമ്മൾ അത് വെക്കണം എന്നുള്ളത്, അതിന്റെ പ്ലേസ് സെലക്ട് ചെയ്യാം, അല്ലെ? എന്നാലേ അതിന് ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ എ സിമിലർ വേ you can actually do the accessibility study of each location. Then പല ഫെസിലിറ്റികളും എങ്ങനെയാണ് ലെവൽ ഓഫ് സർവീസ്, കംഫർട്ട് ലെവല്, സേഫ്റ്റി ലെവല്, പല ആസ്പെക്റ്റുകളിലും ഒരു ബസ് സർവീസ് ആണ്, നിങ്ങളുടെ അവിടുത്തെ ബസ് സർവീസ് ആണെങ്കിൽ അതിന്റെ ലെവൽ ഓഫ് സർവീസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റഡി നടത്താം. ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇമ്പാക്ട് ഓഫ് കോവിഡ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ. ദാറ്റ്സ് എ റിയലി ഗുഡ് ടോപ്പിക്, റെലവന്റ് ടോപ്പിക് ആണ് ഇപ്പോഴത്തെ, അല്ലെ? ആഫ്റ്റർ കോവിഡ് വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ള ഒരു ഫോർകാസ്റ്റിംഗ് കൂടി നിങ്ങൾക്ക് അതിന്റെ കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. അതിനനുസരിച്ച് നമുക്ക് സ്ട്രാറ്റജീസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ റോഡ് ഇൻഫർമേഷൻ, ട്രാഫിക്കിന്റെ ഇൻഫർമേഷൻ,
പബ്ലിക്കിൽ നിന്നുള്ള അവരുടെ ഒപ്പീനിയൻ, ക്വസ്റ്റനെയറുകൾ വഴി പബ്ലിക് ഒപ്പീനിയൻ, ഫെസിലിറ്റികളുടെ സർവേ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വേണ്ടി വരുന്നത്. ഇതിപ്പോ നമ്മുടെ ഡിഫറെന്റ് മേഖലകളിൽ ഏതാനും സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, എസ്പെഷ്യലി GIS ഉപയോഗിച്ചുകൊണ്ട് ആക്സിഡന്റ് സ്റ്റഡി നടത്താം, റോഡ് സേഫ്റ്റി ഓഡിറ്റിങ്ങിനെ യൂസ് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും GIS നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇഫ് യു വാണ്ട്. റൈറ്റ്. Another one, bus route optimization. എത്രമാത്രം ആൾക്കാരെ എവിടെ നിന്നൊക്കെ കയറാനുണ്ട് എന്നൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിന് ഒരു ബസ് ഉണ്ടെങ്കിൽ ഏതാണ് ഏറ്റവും ഓപ്റ്റിമം ആയിട്ടുള്ള ബസ് റൂട്ട്, മിനിമം യാത്ര കൊണ്ട് മാക്സിമം കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആകുന്ന റൂട്ട് എങ്ങനെ എന്നുള്ളത് കണ്ടുപിടിക്കാം. അതൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാവുന്ന, അവിടേക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാവുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. Then another one, environmental impact assessment of transportation projects. ഇത് വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. ഇതിൽ എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ആസ്പെക്ട് എങ്കിലും എടുത്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ കാരണം എയർ പൊല്യൂഷൻ, ഒരു പുതിയൊരു പ്രോജക്ട് അല്ലെങ്കിൽ മെട്രോ വന്നു, കൊച്ചിൻ മെട്രോ വന്നു. വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ദാറ്റ് മെട്രോ ഓൺ ടു ദി എൻവയോൺമെന്റ്? ദാറ്റ് ക്യാൻ ബി സ്റ്റഡി. അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ഒരു പുതിയൊരു റോഡ് വന്നു, what is the impact of a new project in your environment? So അങ്ങനെയുള്ള സ്റ്റഡീസ് നമുക്ക് അതിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ റെയിൽവേയുമായിട്ട് നമുക്ക് ഒരു ചെറിയൊരു കുറച്ച് സജഷൻസ് എനിക്ക് ഡയറക്റ്റ്ലി തരാനുള്ളൂ. നമ്മളിവിടെ ഓൾറെഡി റോഡിന് ഫെസിലിറ്റി ഡിസൈൻ ചെയ്യുന്ന പോലെ റെയിൽവേ സ്റ്റേഷൻ യാർഡുകൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. റെയിൽവേ സ്റ്റേഷനിലെ യാർഡ് ഫെസിലിറ്റി, എക്സാമ്പിൾ ഇപ്പൊ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ യാർഡൊക്കെ വളരെ കൺജസ്റ്റഡ് ആണ്. അതിനെ പ്രോപ്പർ ആയിട്ട് അതിലെ ട്രാക്കുകളുടെ പൊസിഷനൊക്കെ റിയലൈൻ ചെയ്ത് അതിലെ ഫെസിലിറ്റികൾ റിയലൈൻ ചെയ്ത് കുറേ കൂടി ബെറ്റർ യാർഡുകൾ ആക്കാനായിട്ടുള്ള ഓപ്ഷൻ, അതവിടെ അങ്ങനെ വർക്ക് അവർക്കുള്ള പ്രോജക്റ്റ് തന്നെയാണ്, ബെറ്റർമെന്റ് ഓഫ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ അങ്ങനെയുള്ള റിലേറ്റഡ് വർക്കുകൾ നിങ്ങൾക്കും വേണമെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇംപ്രൂവ്മെന്റ് ഓഫ് റെയിൽവേ ട്രാക്ക് ജംഗ്ഷൻ പെർഫോമൻസ്. പല സമയത്തും ഷൊർണൂർ സ്റ്റേഷന്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ കുറെ ഔട്ടറിൽ വെയിറ്റ് ചെയ്യാറുണ്ട് അല്ലെ, കാരണം അവിടെ വേറെ സ്പേസ് ഇല്ല, വേറെ കയറാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല അതിന്റെ അകത്തേക്ക്. ഓൾറെഡി ഇൻസൈഡ് സ്റ്റേഷനിലെ എല്ലാ ട്രാക്കും ഒക്യുപ്പൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ട്രാക്കിലേക്ക് കടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അവിടെ വരും. അപ്പൊ അതിനെന്തെങ്കിലും ഒരു റെമഡി ഉണ്ടോ എന്നുള്ളത് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഷൊർണൂരിലെ കേസാണ് ഞാൻ പറഞ്ഞത്. So that can be, you can also actually, if you want interested ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. റെയിൽവേ ആക്സിഡന്റ്, റോഡ് ആക്സിഡന്റ് പോലെ റെയിൽവേ ആക്സിഡന്റിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ പഠനങ്ങൾ നടത്താം. ഓക്കെ. ലാസ്റ്റ് പാർട്ടിലേക്ക് ഞാൻ ക്വിക്ലി കടക്കുകയാണ്. നമ്മൾ പറഞ്ഞു റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ്. നമ്മളിപ്പോ ഇതിപ്പോ പറഞ്ഞത് ഡിഫറെന്റ് സ്കോപ്പാണ്, ഓരോ ടോപ്പിക്കിനും സ്കോപ്പുകൾ പറഞ്ഞു. ഇനി ഏതാനും ചില ടോപ്പിക്കുകൾ എങ്ങനെ ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്യുന്നു എന്ന് കൂടിയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. ഇപ്പൊ റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് നമ്മൾ പറഞ്ഞു, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് അവിടെ ചെയ്യുന്നത്? ഈ പടം നോക്കിയാൽ അറിയാം. ഇതിൽ നമ്മൾ ചെയ്യാനുള്ളത് എക്സിസ്റ്റിംഗ് റോഡുകളിലെ ആക്സിഡന്റ് ഡാറ്റകൾ കളക്ട് ചെയ്യാം. എവിടേക്കാണ് അപകടങ്ങൾ കൂടുതലുള്ള റോഡുകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, എവിടെയാണ് ഓഡിറ്റിംഗ് നമുക്ക് കൂടുതൽ ആവശ്യം വരുന്ന സ്ട്രെച്ചുകൾ എന്നുള്ളത് കണ്ടുപിടിക്കുക. അവിടെ എന്തൊക്കെ ഫെസിലിറ്റികളാണ്, എങ്ങനെയാണ് അവിടുത്തെ റോഡ് അസച്ച്, അതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമ്മൾ അത് ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യാണ്. ഇപ്പൊ അവിടെ പ്രോപ്പർ ആയിട്ട് ഒരു കർവ് വരുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് സൈൻ കൊടുത്തിട്ടുണ്ടോ, സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്ര കർവിനേക്കാളും എത്ര ഡിസ്റ്റൻസ് മുൻപിലാണ്. എപ്പോഴും കുറച്ച് അഡ്വാൻസ് ആയിട്ട് വാർണിംഗ് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്, ഹൗ ഫാർ ദ ലൊക്കേഷൻ ഓഫ് സൈൻ പോസ്റ്റ് ഈസ്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഈസ് ഇറ്റ് ആസ് പെർ ദ ഗൈഡ് ലൈൻ, ആസ് പെർ ദ ഡിസൈറബിൾ ഗൈഡ് ലൈൻ ബൈ ദി കോഡ്? അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. എന്താണ് എക്സിസ്റ്റിംഗ് ഫീച്ചർ, അത് ആസ് പെർ ദ ഗൈഡ് ലൈൻ ആണോ, സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ. റൈറ്റ്. ഷോൾഡറിന്, റോഡിന്റെ രണ്ട് വശത്തുമുള്ള ലാൻഡ്, ചെറിയ ലാൻഡ് പോർഷനെയാണ് ഷോൾഡർ എന്ന് പറയാം. You check what is the available shoulder width. അത് ആസ് പെർ ദ ഗൈഡ് ലൈൻ ആണോ, സ്റ്റാൻഡേർഡ് പ്രകാരം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് യെസ്, what is the distance, you can note down. ഇല്ലെങ്കിൽ എത്രയാണ് കുറവ്. റൈറ്റ്. റോഡിന്റെ വീതി തന്നെ ആസ് പെർ ദ ഗൈഡ് ലൈൻ ആണോ. അങ്ങനെ ഓരോ ഫീച്ചറും ഇഫ് യു വാണ്ട് യു ക്യാൻ ഡിവൈഡ് ദ റോഡ് ഇൻ ടു സെഗ്മെന്റ്സ്. മേ ബി 500 മീറ്ററിൽ, ഓരോ 500 മീറ്ററിലും എന്താണ് ഈ
ഈ ഇതിന്റെയൊക്കെ കണ്ടീഷൻ, റോഡിന്റെ സർഫസിന്റെ കണ്ടീഷൻ എന്താണ്, ഫുട്പാത്ത് കൊടുത്തിട്ടുണ്ടോ, ഫുട്പാത്തിന്റെ കണ്ടീഷൻ എന്താണ്. സോ ഓൾ ദീസ് തിങ്സ് യു ക്യാൻ കളക്ട്, റൈറ്റ്. ഓരോന്നിന്റെയും സിറ്റുവേഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓരോന്നിനും നമുക്ക് ഒരു മാർക്ക് ഇടാം. നമ്മള് പരീക്ഷയ്ക്ക് മാർക്ക് ഇടുന്ന പോലെ റോഡിന് ഒരു മാർക്ക് നമുക്ക് ഇടാം. ആവശ്യത്തിന് ഷോൾഡർ വിഡ്ത്ത് ഉണ്ടോ, അതിന് ഇത്ര മാർക്ക്, സൈൻ ബോർഡ് ഉണ്ടോ ഇത്ര മാർക്ക്, സൈൻ ബോർഡ് പ്രോപ്പർ ലൊക്കേഷനിലാണോ അങ്ങനെയാണെങ്കിൽ ഇത്ര മാർക്ക്. അങ്ങനെ ഓരോ കാര്യവും നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് അതിനൊരു വെയിറ്റേജ് കൊടുത്താൽ എന്താണ് ആ റോഡിന്റെ സേഫ്റ്റി ഇൻഡെക്സ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ വരുന്ന വർക്ക്. അപ്പൊ ഫീൽഡ് വർക്കാണ്, ഫീൽഡിലാണ് നമ്മൾ ഇതെല്ലാം, മിക്കവാറും എല്ലാ ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്റ്റുകളിലും അധികവും ഫീൽഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ആക്സിഡന്റ് പ്രഡിക്ഷൻ മോഡലിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യു കളക്ട് ദ റോഡ് ഫീച്ചേഴ്സ്, അപകടങ്ങൾ ഉണ്ടാവുന്ന ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഐഡന്റിഫൈ ചെയ്യാം. അവിടെയുള്ള റോഡിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, അവിടെയുള്ള വണ്ടികളുടെ മൂവ്മെന്റ്, ട്രാഫിക് വോള്യം എത്രയാണ്, അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കും നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യാം, റൈറ്റ്. അതിനുശേഷം ഇങ്ങനെ ഓരോ സ്ഥലത്തും അപകടങ്ങളും ഈ ഫീച്ചേഴ്സും തമ്മിൽ ലിങ്ക് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ആ ലിങ്ക്, അവർ തമ്മിലുള്ള ബന്ധം, ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. സൈഡ് ഡിസ്റ്റൻസ് ഉണ്ടോ, റേഡിയസ്, കർവിന്റെ റേഡിയസ് എത്രയാണ്, അതിന്റെ ഗ്രേഡിയന്റ് എത്രയാണ്, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില ആക്സിഡൻസ് നടക്കുന്ന ലൊക്കേഷൻസിലൊക്കെ കോമൺ ആയിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് കാണാം. വിഡ്ത്ത് ചിലപ്പോൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ഷാർപ്പർ ആയിട്ടുള്ള റേഡിയസ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കാം ആക്സിഡന്റ് നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇത് നമുക്ക് റിവീൽ ചെയ്യാനായിട്ട് പറ്റും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഭാവിയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പുതിയ റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ യു ഹാവ് ടു പ്രൊവൈഡ് എ റേഡിയസ് ഓഫ് മോർ ദാൻ ദിസ് എന്നുള്ള ഒരു ഗൈഡ് ലൈൻ കൂടി നമുക്ക് അവിടെ പ്രപ്പോസ് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ബ്ലാക്ക് സ്പോട്ട് ഐഡന്റിഫിക്കേഷൻ ഡൺ ഇൻ GIS ആണ് ഈ പിക്ചർ കാണുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കുറെ വട്ടങ്ങൾ കാണാം, ചെറിയ വട്ടങ്ങളും വലിയ വട്ടങ്ങളും ഒക്കെ കാണാം. അപ്പൊ ഈ വലിയ വട്ടം എന്ന് കാണിക്കുന്ന എന്താ, അവിടെ കൂടുതൽ ആക്സിഡൻസോ അല്ലെങ്കിൽ കൂടുതൽ സിവിയർ ആയിട്ടുള്ള ആക്സിഡൻസ് കൂടുതൽ തവണയോ നടന്നിട്ടുള്ള ലൊക്കേഷൻസ് ആണ്. അപ്പോ ഇങ്ങനെ പല കളർ, ഒരു റെഡ് കളർ ഏറ്റവും ആക്സിഡന്റിന് സാധ്യതയുള്ള ലൊക്കേഷൻസ് ആയിരിക്കും റെഡ്. അപ്പൊ അങ്ങനെയുള്ള സ്പോട്ടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ ബ്ലാക്ക് സ്പോട്ട് മാപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം അതിന് നമ്മൾ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് ഈ സോഫ്റ്റ്വെയർ പഠിച്ച് സോഫ്റ്റ്വെയറിൽ പ്രോപ്പർ ആയിട്ട് ഇൻപുട്ട് ചെയ്ത് ഒരു ഡിസ്പ്ലേ മാപ്പാണ്. ഒരിക്കലും ഒരു ഡിസ്പ്ലേ പ്രോപ്പർ ആണെങ്കിൽ അതിനുള്ള റെമഡി നടത്താൻ വളരെ എളുപ്പമായിരിക്കും, അവിടേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഹെവി വെഹിക്കിൾസിന്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. ഹെവി വെഹിക്കിൾസ്, ട്രക്കുകളൊക്കെ ലാറ്ററൽ സ്കിഡിങ് ആകാം, അല്ലെങ്കിൽ ഒരു ഓവർടേണിങ് ആകാം, റൈറ്റ്. അവരുടെ ലോഡ് പ്രോപ്പർ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും. അപ്പൊ അതിനെ കുറിച്ച് വേണമെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള പ്രോബ്ലം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടോപ്പിക് സെലക്ട് ചെയ്യാം. ഇഫക്റ്റ് ഓഫ് ജിയോമെട്രി ഓൺ ഡ്രൈവർ വർക്ക് ലോഡ്. നമ്മൾ പറഞ്ഞു ഡ്രൈവർക്ക് ഈ റോഡ് തന്നെ ഒരു സ്ട്രെസ് കൊടുക്കുകയാണ്, റോഡ് തന്നെ ഒരു മോട്ടിവേഷനുമാണ് വണ്ടി ഓടിക്കാൻ അല്ലെ. അപ്പൊ ആ ഇഫക്റ്റ് എന്താണ് ജിയോമെട്രിയുടെ എന്നുള്ളത് കണ്ടുപിടിക്കാം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡിയിൽ കുറെ മാറ്റങ്ങൾ വരും വണ്ടി ഓടിക്കുന്ന സമയത്ത് വരുന്ന സ്ട്രെസ് കാരണം. നമ്മളെ ഹാർട്ട് റേറ്റിലും നമ്മുടെ സ്വെറ്റിങ്ങിലും നമ്മുടെ ബ്രെയിനിൽ വരുന്ന വേവ്സിലൊക്കെ ഇപ്പൊ അതെല്ലാം കണ്ടുപിടിക്കാനുള്ള സെൻസറുകൾ അവൈലബിൾ ആണ്. അത് അത്ര കോസ്റ്റ്ലി അല്ലാത്ത സെൻസറുകൾക്ക് നിസ്സാരമായിട്ടുള്ള അധികം പ്രൈസ് ഒന്നും ഇല്ല, വിലയൊന്നും ഇല്ലാത്ത സെൻസേഴ്സ് ഉണ്ട്, നല്ല ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് തരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ റണ്ണിങ് ആയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് ഈ സെൻസറുകൾ ഡ്രൈവ് ചെയ്യുന്ന ആളില് നമ്മൾ വെക്കുന്നുണ്ടാവും. ചിലത് കൈയിന്റെ വിരലുമൊക്കെയാണ് വെക്കുന്നത്, വിരലുമേ ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഒട്ടിക്കുന്നു. നമ്മള് പൾസ് എടുക്കാനായിട്ട് ചെവിയുടെ ലോബുമേ ഒരു ചെറിയൊരു സെൻസർ വെക്കുന്നു, റൈറ്റ്. അപ്പൊ ഇത് അത്രയും ഡിസ്കംഫർട്ട് ഒന്നുമില്ല, ആൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഓടിക്കുന്നു, ആ റോട്ടിൽ കൂടെ ഓടിക്കുന്നു. റോഡിൽ വളവും തിരിവും പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ വളവ് വരുമ്പോഴും ഇയാളുടെ ഹാർട്ട് റേറ്റില് ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല പലതും. നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. യൂഷ്വലി നമ്മൾ ഒരു നോർമൽ ബ്ലിങ്കിങ് ഉണ്ടാവും കണ്ണിന് അല്ലെ, കുറെ നേരം ഇങ്ങനെ തുറന്നു പിടിക്കില്ല. പക്ഷെ പ്രോബ്ലംസ് ഉള്ള ഒരു ലൊക്കേഷൻ, കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമുള്ള ഒരു സ്ഥലം വരുമ്പോൾ നമ്മൾ കണ്ണടക്കില്ല, കണ്ണ് തുറന്നു പിടിക്കും.
അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ജോമെട്രി ഹാസ് ഗിവൺ സം അഡീഷണൽ ലോഡ് ടു ദി ഡ്രൈവർ. അപ്പൊ ഇത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ വണ്ടി ഓടിക്കുന്ന ആളിൽ നിന്ന് തന്നെ ആ റോഡ് എങ്ങനെയുണ്ടെന്ന് അസസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. വണ്ടി ഓടിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണല്ലോ റോഡ് ഉണ്ടാക്കിയത്. ആ റോഡ് അയാൾക്ക് കംഫർട്ടബിൾ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ അയാളെ തന്നെ ഒബ്സർവ് ചെയ്താൽ മതി. അങ്ങനെ ഓടിക്കുന്ന ആൾക്കാരെ മെഷർ ചെയ്താൽ മതി. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ്. റൈറ്റ്. അപ്പൊ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പ്രോജക്റ്റുകളും നിങ്ങൾക്ക് ആലോചിക്കാം. ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഇഫ് യു ആർ ഇൻകോർപ്പറേറ്റിംഗ് ഇലക്ട്രോണിക്സ് പീപ്പിൾ, they also can do some project in this one. ഈ സെൻസേഴ്സ് പ്രോപ്പർലി അറ്റാച്ച് ചെയ്ത് അതിനുള്ള കാര്യങ്ങളും ഇലക്ട്രോണിക്സ് പാർട്ട് that they can do. You can do the civil engineering field part. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇമേജ് പ്രോസസ്സിംഗ് എന്നുള്ള ഒരു പാർട്ട് അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആക്ച്വലി ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ടോപ്പിക് ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്കോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള പ്രോജക്റ്റുകളാണ് പെർമനന്റ് ഡിസ്ട്രസ് അസസ്മെന്റ്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പെർമനന്റിന്റെ ഡിസ്ട്രസ് നമ്മൾ പറഞ്ഞു റോഡിന്റെ സർഫസിലെ ക്രാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ റോഡ് എത്രമാത്രം മോശമാണ് അല്ലെങ്കിൽ എത്രമാത്രം നല്ലതാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, അതിനൊരു മോഡൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. അപ്പൊ നമ്മളിവിടെ നടക്കുന്നത് ക്രാക്ക് ഉണ്ട്, ക്രാക്കിന്റെ വിഡ്ത് എത്രയാണ്, ക്രാക്കിന്റെ എക്സ്റ്റെന്റ്, റോഡിലുള്ള ക്രാക്കിന്റെ എക്സ്റ്റെന്റ് എത്രയാണ്, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് റേറ്റ് ചെയ്യാം. വളരെ ഗുഡ് കണ്ടീഷൻ ആണ് അല്ലെങ്കിൽ വളരെ പുവർ കണ്ടീഷൻ ആണ്. അങ്ങനെ നമുക്ക് ഓരോ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ അല്ലെങ്കിൽ 60 മീറ്റർ ഓർ 100 മീറ്റർ ഇന്റർവെല്ലിൽ റോഡിനെ ഇവാലുവേറ്റ് ചെയ്യാം. നേരത്തെ ഓഡിറ്റിംഗ് നടത്തിയ പോലെ റോഡിന്റെ സർഫസിനെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റോഡാണ് വേഴ്സ്റ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, എങ്ങനെ എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ വേഴ്സ്റ്റ് ആക്കാനുള്ള കാരണം എന്നുള്ളതും നമുക്ക് ആലോചിക്കാം. എന്തുകൊണ്ടാണ് റോഡ് ഇത്രയും വേഴ്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പെർമനന്റിന്റെ സർഫസ് ഡിസ്ട്രസിന്, ഫെയിലിയറിന് കാരണമാകുന്നത്. ദാറ്റ് ഈസ് അനദർ ടോപ്പിക് ആക്ച്വലി. റൈറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സർവേ ഷീറ്റുകളാണ് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാവുക. ഇപ്പൊ ഇൻ എ ജനറൽ പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ മെയിൻലി എക്സ്പെരിമെന്റ് ഓറിയന്റഡ് ആകാം അല്ലെങ്കിൽ ഫീൽഡ് ഓറിയന്റഡ് ആകാം. ഇങ്ങനെ ഒരു 2 ഓപ്ഷൻസ് ആണ് വൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അധികവും ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സോഷ്യലി ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു നേച്ചർ ആണെന്നുണ്ടെങ്കിൽ, വിത്തിൻ ദ റൂം ഇരുന്ന് ചെയ്യാതെ പുറത്തിറങ്ങി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരു ഓപ്ഷൻ ആണ്. അതല്ല നിങ്ങൾക്കൊരു ലാബ് ഓറിയന്റഡ് വർക്കാണ് താല്പര്യമെങ്കിലും ഇതൊരു ഓപ്ഷൻ ആണ്. So these are the scope of transportation engineering in project. ഇത്രേ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ചോദിക്കാം. താങ്ക് യു ടീച്ചർ, താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു. ടീച്ചർ, നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഏരിയകളും ടീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രൊജക്ട് ടോപ്പിക് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ അത് ഗൈഡിനോട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷനകത്ത് ഇത്രയധികം പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അതെ അതെ, ഇത്രയധികം സാധ്യതകളെ പറ്റിയിട്ട് അതൊരു വലിയൊരു സംഗതിയല്ലേ. എന്തോ ഒരു എത്രയധികം ഏരിയകളാണ്. അതെ, നമ്മൾ ഏറ്റവും അധികം നമ്മളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. പ്രോബ്ലം നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ചുറ്റും നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നതാണ്. എല്ലാ സിവിൽ പ്രോബ്ലംസും പലതും നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നത്. അല്ല, എന്നിട്ടും പ്രോജക്റ്റുകൾ അധികം ആരും അതിലേക്ക് എടുക്കാറില്ല എന്നുള്ളതാണ്. അതെ അതെ അതെ. എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് കുറേ ഒരേ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് നന്നായി വന്നിട്ടുണ്ടാവും.
അവർക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് പറയൂ, നമുക്ക് സെഷൻ ചെയ്യാം. അതെ. ഓക്കെ. അപ്പോൾ ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്ക് പറയുന്നതിന് വേണ്ടി ആദ്യം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലക്കരയിൽ നിന്നും ആർക്കെങ്കിലും പറയാം കേട്ടോ, കുട്ടികളെ. ഹലോ. ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോ ടോപ്പിക് ഒക്കെ സെലക്ട് ചെയ്യാൻ നോക്കിയപ്പോഴും ഈ ഒരു സൈഡ് ഞാൻ നോക്കിയിട്ടേ ഇല്ല. ശരിക്കും ഇത്രയും ടോപ്പിക് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ടോപ്പിക്കുകൾ. എനിക്ക് ഇങ്ങനെ സൈറ്റിലൊക്കെ പോയി ചെയ്യാനാണ് ഇഷ്ടം. എന്തായാലും വീട്ടിലിരുന്ന് പ്രൊജക്ട് ചെയ്യാൻ അതൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പുറത്തിറങ്ങി ഫീൽഡ് വർക്ക് തന്നെയായിരുന്നു താല്പര്യം. ഭയങ്കര രസമായിട്ട് തോന്നി ടോപ്പിക്കുകൾ കേട്ടപ്പോൾ. താങ്ക് യു മിസ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, വേഗം വേഗം വരൂ അടുത്ത ആളുകള്. വേഗം വേഗം. ഹലോ. കേൾക്കാം. പറയൂ, കേൾക്കാം. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടോപ്പിക്സ് ഉണ്ടെന്ന് തന്നെ മിസ് ഇപ്പോൾ ക്ലാസ് എടുത്തപ്പോഴാണ് ശരിക്കും അതിനെ കുറിച്ച് മനസ്സിലായത്. ഇനിയിപ്പോൾ പ്രൊജക്ടിന് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് വേരിയസ് ഏരിയാസ് എന്നൊക്കെ മനസ്സിലാവാൻ നല്ലൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടി. താങ്ക് യു മിസ്. ഓക്കെ. പാലക്കാട് പോളിയിൽ നിന്നും ഫീഡ്ബാക്ക് പറയൂ. പാലക്കാട് പോളിടെക്നിക്. പറയൂ അക്ഷയ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അക്ഷയ, പാലക്കാട് പുള്ളിയിലെ സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ ഈ സ്റ്റുഡൻറ് പ്രൊജക്ട് ഓറിയന്റേഷൻ പ്രോഗ്രാമിലെ സെക്കൻഡ് ഡേ ഇതോടുകൂടി അവസാനിക്കുകയാണ്. മോർണിംഗ് സെക്ഷനിൽ നാസിസ് സാർ പറഞ്ഞത് ലാസ്റ്റ് സ്ലൈഡിൽ ഉണ്ടായിരുന്നത് പോലെ ഇത് ശരിക്കും ഒരു അവസാനമല്ല, പുതിയൊരു തുടക്കം തന്നെയാണ്. ഈ 2 ദിവസങ്ങളിൽ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും പ്രൊജക്ടിനെ കുറിച്ചുള്ള ഞങ്ങൾക്ക് കുട്ടികൾക്കുള്ള കൺഫ്യൂഷൻസ് ഒക്കെ കുറഞ്ഞു വരികയാണെന്ന് തന്നെ പറയാം. ഞങ്ങൾ പലരും ചോദിക്കാൻ ആഗ്രഹിച്ച പല സംശയങ്ങളും ഓരോ ടീച്ചേഴ്സും മുൻകൂട്ടി പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് വലിയൊരു സഹായമായി മാറി. വളരെ ലൈവായ ഇൻട്രസ്റ്റിംഗ് ആയ സെക്ഷൻ ആയിരുന്നു അനിത മാം എടുത്തത്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർനൂൺ സെക്ഷൻ ആയിട്ടും ബോറടിക്കുകയോ ഉറക്കം വരികയോ ഒന്നും ചെയ്തില്ല. മാം താങ്ക് യു സോ മച്ച്. ഇത്രയും കണ്ടക്ട് ചെയ്ത ചേലക്കര, GPTC പാലക്കാട്, MTI തൃശ്ശൂർക്കും എന്റെ പേരിലും പാലക്കാടും പോളിയിലെ ഓരോരുത്തരുടെ പേരിലും ഇവിടെ ക്ലാസ് കേട്ടിരിക്കുന്ന ഓരോ കുട്ടികളുടെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ. ഇനി ആരെങ്കിലും പെട്ടെന്ന് പറയൂ ഫീഡ്ബാക്ക്. പാലക്കാട്. ഹലോ. വിനേഷ് പറയൂ. വിനേഷ്. നെറ്റ് പ്രോപ്പർ അല്ല. ടീച്ചർ നല്ല ക്ലാസ് തന്നെയായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഇത്രയും ടോപ്പിക്സ് ഉണ്ടാകുന്ന ആരും വിചാരിച്ചില്ല. സാർ ഹലോ, കേൾക്കാം പറയൂ. ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ടീച്ചർ ഹലോ. നല്ല ക്ലാസ് തന്നെയായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഇത്രയും ടോപ്പിക്സ് ഉണ്ടാവും ഞങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു എഫക്റ്റീവ് സെക്ഷൻ തന്നെയായിരുന്നു. ഓക്കെ. എല്ലാ ഏരിയയിലും ധാരാളം ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ അതിലേക്ക് അങ്ങനെ ഡെപ്തിലേക്ക് ഇറങ്ങാത്തോണ്ടാണ്. നിങ്ങൾ ഏത് ഫീൽഡ് എടുത്താലും അതിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ, നമുക്ക് എന്ത് ചെറിയ കാര്യം ചെയ്താലും അതിൽ വലിയൊരു ഔട്ട്പുട്ട് തന്നെയാണ്. ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനും കൂടി പറഞ്ഞു തന്നു. താങ്ക് യു ടീച്ചർ. താങ്ക് യു. MTI ഫീഡ്ബാക്ക് പറയുന്നതിന് വേണ്ടി MTI പോളിയിൽ നിന്നും ഹലോ. ശ്രീഷ്മ. ഓക്കെ. ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റിൽ എല്ലാവരും പറയുന്ന പോലെ ഇത്രയും അധികം ടോപ്പിക്സും ഇത്രയും അധികം ഐഡിയാസും ഒക്കെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അനിത മിസ് നല്ല ക്ലിയർ ആയിട്ട് എല്ലാം നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അനിത മിസ്സിന് താങ്ക് യു സോ മച്ച്. പിന്നെ രാവിലത്തെ ക്ലാസ്സും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നെറ്റിന്റെ പ്രോബ്ലം കാരണം കൺക്ലൂഷൻ ടൈമിൽ കേൾക്കാൻ അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സാർ എടുത്ത ക്ലാസ്സും വളരെ നന്നായിരുന്നു.
പിന്നെ ഈ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ കുറേ അധികം ഐഡിയാസ് ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് ലാബ് ആയിട്ടുള്ള ഐഡിയാസും പിന്നെ കുറേ അധികം ഐഡിയാസ് ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം എൻ്റെ മിസ്സിന് ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീഷ്ണ. ഓക്കെ, കഴിഞ്ഞോ? തീർന്നോ? ഓക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ടീച്ചറെ. ഓക്കെ സാറേ, നമുക്ക് നാളത്തെ സെഷനിൽ നമുക്ക് ലാസ്റ്റ് ഡേ ആണ് നാളെ നമുക്ക് 2 സെഷൻസ് ആണ് ഉള്ളത്. ഒന്ന് മോർണിംഗിൽ നമുക്ക് എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ഏറ്റവും അടുത്ത് ഇടപഴകി കിടക്കുന്ന ഒരു ഫീൽഡാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. അതിലെ സ്കോപ്പ് എന്താണ്, പ്രോജക്റ്റിനുള്ള സ്കോപ്പ് എന്താന്നുള്ളതാണ് മോർണിംഗില്. ആഫ്റ്റർനൂണിൽ നമ്മളിപ്പോ ഏറ്റവും ഫേസ് ചെയ്യുന്നത് ഡിസാസ്റ്റേഴ്സ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാനായിട്ട് എന്നുള്ള ഒരു പാർട്ടാണ് ആഫ്റ്റർനൂണിൽ. അത് 2 ഫാക്കൽറ്റി, മോർണിംഗിൽ രാജലക്ഷ്മി ടീച്ചർ MTIയിൽ നിന്നും ആഫ്റ്റർനൂണിൽ ഹരിത് സാർ MTIയിൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പൊ നാളെ ടൈം 10 o'clock നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇതിന്റെ ഫീഡ്ബാക്ക് സെഷൻ നമ്മളൊരു 3:30 ആവുമ്പോൾ ക്ലോസ് ചെയ്യും. ഓക്കെ, താങ്ക് യു അഖിലേഷ് സർ, ഉഷ ടീച്ചർ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ.